ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. കേൾക്കുന്നുണ്ടോ? Yes. നസീറ മാം, കുറെ കാലമായല്ലോ കണ്ടിട്ട്. സുഖാണോ? അൽഹംദുലില്ലാ സുഖാണ്. അതിന് ഞാൻ വീഡിയോയിൽ വന്നത് മാമിനത് കാണാന്. താങ്ക് യു സോ മച്ച് ഡിയർ. കാരണം ആ എനർജി വേറെ തന്നെ കേട്ടോ. നമ്മൾ പറയാതെ ഒരാൾ വീഡിയോയിൽ വന്ന് നമ്മളെ നോക്കിയിട്ട് പറഞ്ഞ് ചിരിക്കുമ്പോണ്ടല്ലോ ഒരു വല്ലാത്ത എനർജി ഫീലിംഗ് ആണ്. താങ്ക് യു ഡിയർ. എല്ലാവരും വീഡിയോയിലേക്ക് വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വരാം കേട്ടോ. രസല്ലേ എനർജി എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാല്. ഏതായാലും നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വരുന്നവരിങ്ങനെ മെല്ലെ മെല്ലെ കയറി വന്നോട്ടെ. നമുക്കിങ്ങനെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. എന്താ പറയുന്നു? സ്റ്റാർട്ട് ചെയ്താലോ? അത് Yes, വെയിറ്റ് ചെയ്യണോ? തുടങ്ങാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കൊച്ചു കള്ളി, മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, ഗുഡ്. നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ആണ് കാര്യം. താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പോൾ എല്ലാവരും എന്തിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്? എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്? ഇതായിരിക്കും ഇന്ന് കിട്ടുക. എന്തായിരിക്കും അത്? എന്തായിരിക്കും? എന്തായിരിക്കും? ഒന്നുമില്ലേ? വെറുതെ വന്നാണോ? എന്നെ കാണാൻ വന്നാണോ? ആരും എന്തൊന്നും പറയാത്ത? കൂട് പൊട്ടിക്കെന്നൊക്കെ പറഞ്ഞപ്പം എന്താണെന്ന് നോക്കട്ടെ. ആ കൂടൊന്ന് പൊട്ടിക്കണല്ലോ പറച്ചോനെ എന്ന് വിചാരിച്ച് ഓടി വന്നിരിക്കുക നമ്മുടെ കുറെ മക്കള്. പൊട്ടിക്കാൻ പറ്റണ കൂടാണോ അല്ലേന്ന് നോക്കണ്ടേ? നിങ്ങൾ എങ്ങനത്തെ കൂടാണ് ഈ നിൽക്കണതെന്നും നോക്കണ്ടേ? അത് സത്യമാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ വെബിനാറിൽ ഇന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ സ്റ്റോറി, അതായത് ഈ ലോകത്തിന് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യാനുള്ള ആ സ്റ്റോറി ഇല്ലേ, എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്റ്റോറി എഴുതുന്നോണ്ടാണ് നിങ്ങൾക്കിത് കണ്ടപ്പോൾ കൂട്, എന്ത് കൂട്? കൂട് എന്തിനാ പൊട്ടിക്കുന്നത്? കൂട്ടിൽ ജീവിക്കാൻ നല്ല രസമാണ്, ആരെയും പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു. നമ്മൾ അങ്ങനെ ഇരുന്നില്ല അല്ലേ? എന്താ കാരണം എന്നറിയോ? നമ്മളുടെ ആ ഹയർ പർപ്പസിലേക്കുള്ള സ്റ്റോറി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കണം, അത്രയേ ഉള്ളൂ. സ്റ്റെപ്പ് എടുക്കാൻ റെഡിയാണോ എല്ലാവരും? റെഡി ആണെങ്കിൽ യെസ് ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇന്ന് ഈ ഒരു സെഷനൊക്കെ കഴിയുമ്പോഴേക്കും കൊള്ളാം, സ്റ്റെപ്പ് എടുക്കണം, സ്റ്റെപ്പ് എടുത്തേ പറ്റൂ എന്ന് വിചാരിക്കുന്നവർ ആദ്യം ഒന്ന് യെസ് ടൈപ്പ് ചെയ്ത്. താങ്ക് യു ഡിയർ, താങ്ക് യു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ്. ആദ്യം തന്നെ എനിക്ക് അതാ പറയാനുള്ളത്. പിന്നെ എനിക്കറിയാം ഇവിടെയുള്ള കുറേ പേരുടെ ജീവിതമൊന്നും മറ്റേ അസൽ ജീവിതമായിട്ടൊന്നും ആയിരിക്കില്ല. എന്തൊക്കെയോ കേടുപാടുകളൊക്കെ സംഭവിക്കുന്ന ജീവിതത്തിൽ പല ചാലഞ്ചസും ഒക്കെ ആയിട്ടുള്ള കുറേ പേര് തന്നെ ഇവിടെ ഉള്ളത്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, നമ്മളിൽ വർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കാം, ഒറ്റയ്ക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ മാറും. പക്ഷെ നമ്മളുടെ കൂടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ആ മാറ്റം പെട്ടെന്ന് കാണാൻ പറ്റും. അതായത് നമ്മൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ എനർജിയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? എനർജിയാ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ കൂടെയാണെങ്കിലോ എന്താ സംഭവിക്കുന്നത് അവിടെ? അവിടെ സിനർജിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറുമോ? കാരണം എന്താ? നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മളെ വളർത്താനുള്ള കുറേ പേരുണ്ട്, നമ്മളെ ചുറ്റുപാടും നമ്മളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താ നീ ചെയ്യാത്തേ എന്ന് ചോദിക്കാൻ കുറേ പേരുണ്ട്. അപ്പൊ നമുക്ക് ആ എനർജിയിൽ നമ്മൾ മുന്നോട്ട് ചാടും. സോ നമുക്ക് മാറ്റമല്ല, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. എന്താണ് മാറ്റം? എന്താണ് ട്രാൻസ്ഫോർമേഷൻ? അതായത് ചേഞ്ചും ട്രാൻസ്ഫോർമേഷൻ തമ്മിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണത്? ആർക്ക് പറയാൻ പറ്റും? എന്താണ് ചേഞ്ച്? ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? പറയൂ. കേട്ടില്ല. നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റത്തല്ലേ ചേഞ്ച് എന്ന് പറയുന്നത്? ചേഞ്ച്. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? മറ്റുള്ളവർക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നതാ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഒരാള് തടി കുറക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഡയറ്റ് ചെയ്തു, എക്സസൈസ് ചെയ്തു, ഇതൊക്കെ ചെയ്തിട്ട് തടിയൊക്കെ മെലിഞ്ഞു. ഒരു 10 കിലോ കുറച്ചെന്ന് വിചാരിക്കാം. വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടോ? ഒരാൾ 10 കിലോ വെയിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ 10 കിലോ കുറച്ച് കൊണ്ടുവന്ന ഒരു ചേഞ്ച് സംഭവിച്ചു അല്ലേ?
ഒരു ചേഞ്ച് സംഭവിച്ചു. എന്നിട്ട് 10 കിലോ കുറഞ്ഞു, സന്തോഷായി എന്ന് പറഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും തടിച്ചാൽ എന്ത് സംഭവിക്കും? വീണ്ടും വെയിറ്റ് കൂടി എന്ത് സംഭവിക്കും? അതിനെയാണ് നമ്മൾ ആക്ച്വലി ചേഞ്ച് സംഭവിച്ചു എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ന് ഇങ്ങനെ ആവാം, നാളെ ഇങ്ങനെ ആവാം, ഇതൊക്കെ ഒരു ചേഞ്ച് മാത്രമാണ്. പക്ഷെ ഒരാൾ വെയിറ്റ് ലോസ് ചെയ്തു, ഇവിടെ എത്തി, പിന്നെ കാലാകാലം ഇവിടെ തന്നെ കട്ടൊക്കെ പിടിച്ചു നിൽക്കുക, പിന്നെ അങ്ങോട്ട് വെയിറ്റ് വീണ്ടും കൂട്ടുന്നൊന്നുമില്ല, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാ, കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാന്ന് പറയൂലേ, അന്നേരമാണ് നമ്മൾ പറയാ ആ വ്യക്തിയിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. മനസ്സിലായോ? അവരിൽ മാറ്റമല്ല സംഭവിച്ചത്, ആ മാറ്റം കഴിഞ്ഞിട്ട് അവർ ട്രാൻസ്ഫോർമേഷനിൽ എത്തിയിട്ടുണ്ടെന്ന്. മനസ്സിലായോ? ഇപ്പൊ ചേഞ്ചും ട്രാൻസ്ഫോർമേഷനും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? യെസ് ഓർ നോ? ആ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പം ആക്ച്വലി ഉള്ളത് എവിടെയാണെന്നറിയോ? ഇതേപോലെ സിനർജറ്റിക് ആയിട്ടുള്ള വിമൻ കമ്മ്യൂണിറ്റിയിലാണ്, അല്ലേ? നമ്മളൊരു വോയിസ് ക്ലിപ്പ് ഇട്ടാൽ അതിന് ലൈക്ക് തരാനും, അതിനൊരു ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഫീഡ്ബാക്ക് തരാനും, അതിന് നിങ്ങൾ സുഖമായി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ വളർച്ചയിലെത്തണം, നിങ്ങൾ അങ്ങനെ ആവണം എന്നൊക്കെ പറയുന്ന കുറേ പേരാണ് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്. യെസ് യെസ് ഓർ നോ? എല്ലാവരും നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരല്ലേ? ഐ ഹോപ്പ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ ട്രെയിനി ഫസീല മാം ഒരു വോയിസ് ഇട്ടു. ഞാൻ വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാവരും ഒന്ന് ഈ വോയിസിന് ക്ലിക്ക് ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കേട്ടവരൊക്കെ അതിനൊരു ലൈക്കൊക്കെ ഇട്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം? ഈ കമ്മ്യൂണിറ്റി അങ്ങനെയാണ്, നമ്മളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണിത്. റൈറ്റ്? താങ്ക് യു ഉഷ മാം. അപ്പോൾ ഈ വെബിനാറിന്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഷുവർ ആയിട്ടും എല്ലാവരും ലാസ്റ്റ് വരെയും കേൾക്കണേ. അപ്പോ ഇനി ഇവിടെയുള്ള ഏകദേശം എല്ലാവർക്കും എന്നെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിലോ, കാരണം ഞാൻ ഈ ലിങ്കൊക്കെ കുറേ സ്ഥലത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ, ഐ എം ലൈല നസീം, എ പേഴ്സണൽ ഇമ്പാക്ട് കോച്ച്, എ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ ആൻഡ് ബേസിക്കലി എ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ. കഴിഞ്ഞ 5 വർഷമായിട്ട് സ്ത്രീകളെ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ, ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ഞാൻ ആക്ച്വലി എന്താ ചെയ്യണേ, ഇവർക്ക് ഇങ്ങനെ മീൻ പിടിച്ചിട്ട് ഇന്നാ തിന്നോ, മീൻ പിടിക്കുന്നു തിന്നു, മീൻ പിടിക്കുന്നു തിന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് എത്ര കാലം എന്ന് ചോദിച്ചാൽ, ഞാൻ മീൻ പിടിച്ചിട്ട് തിന്നോ എന്ന് പറയാ, അത് ശരിയാവില്ല. എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടത്, എങ്ങനെയാണ് ആ മീൻ പിടിക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇവിടെ നമ്മൾ കൂടെ ഇരിക്കുന്ന സാബിറ മാം ആദ്യം എന്നോട് വന്നു, മാം മീൻ പിടിച്ചിട്ട് എനിക്ക് തരുമോ, ഞാൻ കറി വെച്ച് തിന്നോളാം എന്ന് പറഞ്ഞ നമ്മുടെ സാബിറ മാം ഇന്ന് സ്വന്തമായിട്ട് മീൻ പിടിക്കുന്നു. ആണോ അല്ലയോ സാബിറ മാം? മീൻ പിടിക്കുന്നില്ലേ? യെസ്, അതാണ്, പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ, നിങ്ങളെ കൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി പഠിപ്പിക്കാം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്തായി, നമുക്കൊരു സമാധാനം ഉണ്ടാവും. സാധാരണ എല്ലാ സ്ത്രീകളുടെയും എന്തെങ്കിലുമൊക്കെ വന്നാൽ കൗൺസിലറത്തേക്ക് ഓടിപ്പോയിട്ട്, കൗൺസിലറെ ഒന്ന് കേൾക്കുമോ, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം, ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ നിങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങളിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേറൊരാളെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തന്നെ അതിനെ, ഓ ദിസ് ഇസ് ഹാപ്പനിങ് ടു മീ, ഫൈൻ, അപ്പോൾ എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ സെഷൻസ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് സ്ത്രീകൾക്ക് ഇന്ന് മിഡ് ലൈഫ് ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ്? ആർക്കറിയാം എന്താണ് മിഡ് ലൈഫ് ക്രൈസിസ്? ഏകദേശം ഒരു 35-40 വയസ്സൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ഈ മിഡ് ലൈഫ് ക്രൈസിസ് വരിക. എന്താണെന്നറിയോ? ഈ 35 വയസ്സ് വരെയൊക്കെ നമ്മളെ മക്കൾക്ക് വേണ്ടി, നമ്മൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ജീവിച്ചു, പിന്നെ നമ്മളെ ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു, പിന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. അങ്ങനെ അവരൊക്കെ ഇങ്ങനെ, മക്കളൊക്കെ ഇങ്ങനെ കുഞ്ഞു ബേബി ഉണ്ടായത് വളർന്ന് ഉമ്മ ഇനി ഞാൻ ഈ നാട്ടിൽ പഠിക്കുന്നില്ല, ഞാൻ ലണ്ടനിൽ പോക്കായി, ഞാൻ ഇംഗ്ലണ്ടിൽ പോക്കായി, ഞാൻ മറ്റേ എവിടെയൊക്കെയോ പോക്കായി, എനിക്ക് അവിടെ പഠിക്കണം, എനിക്ക് വലിയ ആളാവണം. നാച്ചുറലി നമ്മളെ മക്കളെ നമ്മൾ വിടണ്ടേ, നമ്മൾ അവരെ വിടും. അടുത്തത് എന്ത് സംഭവിക്കും? ഭർത്താവിന്റെ കരിയറായിട്ടും ബിസിനസ്സായിട്ടും ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ഏജ് ഒക്കെ എത്തുമ്പോഴേക്കും അവരും അവരുടെ ഭയങ്കരമായിട്ട് ഓക്യുപ്പൈഡ് ആവും. അവരും ബിസി, മക്കളും ബിസി, ഭർത്താവും ബിസി. നമ്മൾ മാത്രം മക്കൾക്ക് തന്നെ വേണ്ട, ഭർത്താവിന് തന്നെ വേണ്ട, ഞാൻ ഇനി എന്താ ചെയ്യാ, ചായ ഉണ്ടാക്കാം,
ചോറുണ്ടാക്കാം, അത് ഞാൻ തന്നെ തിന്നാം, ഞാൻ തന്നെ പാത്രം കഴുകാക്കാം, ഞാൻ തന്നെ അവിടെ വെക്കാം. ഈ ഒരു സമയം എത്തുമ്പോഴാണ് അധിക സ്ത്രീകളും മിഡ് ലൈഫ് ക്രൈസിസിലെത്തുക. ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എന്നെ ആർക്കും വേണ്ടേ, പണ്ടത്തെ പോലെ എന്നോട് ആർക്കും സ്നേഹം ഇല്ലേ, ഈ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങും. അപ്പൊ അധികം ഞാൻ ഡീൽ ചെയ്യുന്നത് ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. കാരണം എന്താ, അന്നേരമാണ് നമ്മൾ സ്ത്രീകൾക്കൊരു ബോധോദയം വരിക. ആഹാ, മക്കള് പഠിക്കുന്നു, ഭർത്താവ് അപ്പൊ ഞാനെന്താ പഠിക്കാത്തെ, ഞാനും പഠിക്കണ്ടേ, എനിക്കും എന്തെങ്കിലുമൊക്കെ ആവണ്ടേ, എനിക്കും ഉണ്ട് ഈ ദുനിയാവിൽ എന്തൊക്കെയോ ചെയ്യാൻ. അപ്പോഴാണ് അത് വരിക. ആക്ച്വലി എൻ്റെ ഉമ്മക്കൊക്കെ ആ മിഡ് ലൈഫ് ക്രൈസിസിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നറിയോ, ഉമ്മ ഫുൾ ടൈം ഇത് പ്ലാന്റ്സിൽ നമ്മള് ചെടികള്, ഓരോ ചെടിനെ വളർത്തുക, എന്നിട്ട് ആ പൂക്കൾ ഇങ്ങനെ വിരിയുമ്പോ ആ ശ്ശോ, എന്റെ പൂവ്, ഐ യൂസ് ടു തിങ്ക് ഈ പൂവ് വിരിയുമ്പോ ഉമ്മാരെ മുഖത്തും പൂ വിരിയും, എന്തൊരു സന്തോഷം എന്നറിയോ. ഞാൻ നട്ട മാങ്ങ, ഞാൻ നട്ട തേങ്ങ, ഇതൊക്കെ പറയുമ്പോഴാണ് സന്തോഷം. വൈ? ബിക്കോസ് ദാറ്റ് വാസ് ഹെർ ഹാപ്പിനെസ്. അതായിരിക്കും ഉമ്മാരെ പാഷനേറ്റ് ഏരിയ, ഉമ്മാക്ക് അതായിരിക്കും ഇഷ്ടം. അപ്പൊ അതേപോലെ നമ്മൾ ഈ ഒരു ഏജ് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത വരിക, ഞാൻ എന്താ ശരിക്കും ചെയ്യണം. ബിക്കോസ് അതുവരെയും നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും, നല്ല ബിസി ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ, കുഞ്ഞു കുഞ്ഞു മക്കളായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. പിന്നെ അവർക്കൊന്നും പിന്നെ നമ്മളെ വലിയ ആവശ്യമില്ല, അവരും എംപവേർഡ് ആയില്ലേ, അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റൈറ്റ്? നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എത്ര പേർക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്തേ. കറക്റ്റ്. സബറ മാമിന് മാത്രമേ തോന്നിയിട്ടുള്ളൂ, വേറെ ആർക്കും തോന്നിയിട്ടില്ല? ആരും മിഡ് ലൈഫിൽ എത്തിയിട്ടില്ല? ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. കല്യാണം, എൻ്റെ പഠനം കഴിഞ്ഞ ഉടനെ എനിക്കൊരു കമ്പനിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കിട്ടി. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കല്യാണമായി. ആസ് യു ഓൾ നോ, നമ്മൾ സ്ത്രീകൾ അങ്ങനെയാണല്ലോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വീണ്ടും ആ കമ്പനി എന്നോട് പറഞ്ഞു, നീ കയറിക്കോ, ജോബിൽ കയറിക്കോ, എന്നെ അറിയാലോ, അപ്പൊ ഇന്റർവ്യൂ ഒന്നും ചെയ്ത് സമയം കളയണ്ടല്ലോ, കയറിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോ എനിക്കൊരു പേപ്പർ തരാ, ഒരു കോൺട്രാക്ട്. അതിൽ എഴുതിയിരിക്കുക, 3 വർഷം വരെ മെറ്റേർണിറ്റി ലീവ് എടുക്കരുത്. ദുബായിലെ കാര്യാട്ടോ, ദുബായിലെ കാര്യ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക്, കല്യാണം കഴിഞ്ഞ പാട് ഒരാൾ നമുക്ക് പേപ്പർ തരിക, 3 വർഷം വരെ അമ്മയാവരുത്. എങ്ങനെ ഉണ്ടാവും? ആ പേപ്പർ കണ്ടപ്പോ എൻ്റെ കുടുംബം മൊത്തം എന്നോട് പറഞ്ഞു, ജോലി പിന്നെ ഉണ്ടാവും, മക്കള് വിട്ട് എന്ത് ചെയ്യാം, അത് വിട്ട്. അങ്ങനെ വേറൊരു ഓഫർ വന്നു, അത് നോക്കി. അത് ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ, മോർ ഓഫ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു ഹാർഡ്വെയർ റിലേറ്റഡ് ആയിരുന്നു. അങ്ങനെ 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല, ഒരു മടുപ്പ്, യു ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. അപ്പൊ അതും വിട്ടു. അതിനുശേഷം എൻ്റെ ഹോബി എന്തായിരുന്നു എന്നറിയോ, കുറേ CV അയക്കുക, എന്നിട്ട് ഇന്റർവ്യൂവിന് പോവാ. നല്ല രസാ. കുറെ ഇന്റർവ്യൂവിന് പോകുമ്പോണ്ടല്ലോ, വെറുതെ ഒരു കോൺഫിഡൻസ് വരും. അവിടെ പോയി ഇരിക്കുന്ന എങ്ങനെയാണെന്നറിയോ, ജോലി വേണ്ടാന്ന് പറഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഭയങ്കര കോൺഫിഡൻസ് അല്ല നമുക്ക്, അയ്യോ എനിക്ക് ജോലി കിട്ടോ, അവർക്ക് എന്നെ ഇഷ്ടപ്പെടോ, ജോലി കിട്ടോ, ഇങ്ങനെയും പറഞ്ഞിട്ട് പോകുന്നതും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, എനിക്കിപ്പോ ഈ ജോലിയുടെ വല്ല ആവശ്യമൊന്നുമില്ല, ഞാൻ വെറുതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതല്ലേ. ആ ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ കുറേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. പക്ഷെ സത്യം ഉള്ളത് പറയാം, നിങ്ങൾക്ക് ജോലി വേണമെങ്കിലും വേണ്ടെങ്കിലും വെറുതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും മക്കളെ. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. കാരണം എന്താ, നിങ്ങൾക്ക് അറിയും അവിടെ പോയി ഇരിക്കേണ്ട ഒരു സ്റ്റൈല്, അവരെന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിൽ അവരുടെ ഒരു ഇടക്കണ്ണിട്ട് നോക്കലുണ്ട്, നമ്മളെ ബോഡി ലാംഗ്വേജ്, എന്നിട്ട് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നതും രസാണത്. അങ്ങനെ ഞാൻ അതെന്റെ ഹോബിയായി മാറിട്ടോ. ഈ പണ്ടൊക്കെ പറയില്ലേ, പെണ്ണ് കാണാൻ പോകുന്നത് അവന്റെ ഒരു ഹോബിയാന്ന്, അതേപോലെ ഇന്റർവ്യൂവിന് പോക്ക് എൻ്റെ ഒരു ഹോബിയായി. ഓക്കെ, അങ്ങനെ ഇരിക്കെ എന്ത് സംഭവിച്ചെന്നറിയോ, എൻ്റെ ഉപ്പാടെ ഫ്രണ്ട് ഉപ്പാനോട് പറഞ്ഞു, നിന്റെ മോള് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ അല്ലേ, അവളോട് എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറയട്ടോ, അടുത്ത ആഴ്ച ഈ സമയമാകുമ്പോ ഇന്റർവ്യൂവിന് പോവാ. പെട്ടില്ലേ, ഉപ്പാന്റെ ഫ്രണ്ടല്ലേ വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഉപ്പാന്റെ ഫ്രണ്ടല്ലേ, എന്നാ കുഴപ്പമില്ലായിരിക്കും, നല്ല കമ്പനിയല്ലേ, കുഴപ്പമില്ല, റിസർച്ച് ഒക്കെ ചെയ്തപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ റെഡിയായി, ഓക്കെ, എക്സൈറ്റഡ് ആയി, കുഴപ്പമില്ല, ഉപ്പാടെ ഫ്രണ്ട് ആയതുകൊണ്ട് നല്ല കമ്പനി ആയിരിക്കും, എനിക്ക് എന്തായാലും വലിയ ബേർഡൻ ഒന്നും തരൂല, ഉപ്പാടെ ഫ്രണ്ട് അല്ലേ, ഓക്കെ ഫൈൻ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, അടുത്ത ആഴ്ച ഈ ഒരു സമയത്തല്ലേ പോകേണ്ടത്. ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യായിരുന്നു, ബോഡി ലാംഗ്വേജ് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ നടന്നു പോവാം, ഇവർ ഈ ചോദ്യം ചോദിക്കും, അത്ര ഞാൻ ഇങ്ങനെ ആൻസർ പറയും, ഇതൊക്കെ റെഡിയായി. അങ്ങനെ ഇരിക്കും പെട്ടെന്ന് എനിക്ക് വയ്യ,
തീരെ വയ്യ, തീരെ വയ്യ എന്ന് തന്നെ പറയാം. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ, യു ആർ പ്രഗ്നന്റ്. സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായില്ലേ? ഓക്കെ. അങ്ങനെ എൻ്റെ വീട്ടുകാർക്ക് മൊത്തമായിട്ട് സന്തോഷമായി, എക്സെപ്റ്റ് മൈ ഫാദർ. കഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട് പറഞ്ഞല്ലേ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഫാമിലിയോട്, ആള് നല്ല വീക്കാട്ടോ, അപ്പൊ നല്ലോണം കെയർ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് കേട്ട പാട് കേൾക്കാത്ത പാട് എന്നോ, അയ്യോ എൻ്റെ മോളെ ജോലിക്ക് പോകില്ല, എൻ്റെ മോളെ എനിക്ക് വലുത്, ജോലിയൊക്കെ പിന്നെ ആവും. നേരത്തെ പറഞ്ഞ അതേ സംഭവം, ജോലി പിന്നെ ഉണ്ടാവും, നീ ഇപ്പോഴേ ഉണ്ടാവുള്ളൂ ആ സംഭവം. അപ്പൊ പിന്നെ എന്തായി, ഞാൻ വീണ്ടും വിചാരിച്ചു, ഫൈൻ, ഓക്കെ, ഫസ്റ്റ് പ്രഗ്നൻസി ആണ്, കുറച്ച് ടേക്ക് കെയർ ചെയ്യാം, മക്കളല്ലേ വലുത്, നാച്ചുറലി. അങ്ങനെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി, കുഴപ്പമില്ല, ഈ കുട്ടി ഇപ്പൊ 9 മാസം 10 ദിവസം ആകുമ്പോൾ ജനിക്കും, അതിനുശേഷം 1 വർഷം വരെ ഓക്കെ ഞാൻ ടേക്ക് കെയർ ചെയ്യേണ്ടി വരും, അതിനുശേഷം ഞാൻ ജോലിക്ക് പോകും, ഇറ്റ്സ് ഓക്കെ. ഞാൻ അങ്ങനെ വിട്ടു. അങ്ങനെ എന്ത് സംഭവിച്ചു, എൻ്റെ മോൾക്ക് 1 വയസ്സായി. 1 വയസ്സായപ്പോൾ നമ്മൾക്ക് ഒരു ഇതില്ലേ, കഴിഞ്ഞു എനിക്ക് അടുത്ത ജോലിക്ക് പോകേണ്ട മീൻസ് ഒരു ഉഷാറൊക്കെ ആയി. ഞാൻ അതുവരെയും ഈ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ നോക്കും കേട്ടോ, ഇന്റർവ്യൂ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞില്ല, ഒരു പാഷനേറ്റ് ഏരിയ ആയി മാറി. അങ്ങനെ ഇരിക്കെ ഞാൻ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി, നോക്കാം, CV ഒക്കെ അയച്ചു നോക്കട്ടെ, ആരൊക്കെ എൻ്റെ ഇന്റർവ്യൂവിന് വിളിക്കും നോക്കാലോ. അപ്പോഴേക്കും സെക്കൻഡ് പ്രഗ്നൻസി ആയി. ആദ്യത്തെ കുട്ടിക്ക് 1 വയസ്സിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപാട് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ഞാൻ അറിഞ്ഞത്. അപ്പൊ എൻ്റെ 2 മക്കളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്കണേ, ചെറിയ വ്യത്യാസമാണ്. അപ്പൊ എന്തായി, ഏകദേശം എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്ക് ഒന്നിച്ച് ജനിക്കാത്ത ട്വിൻസ്, ഇവള് ഇത്രയേ ഉള്ളൂ അവൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള 2 ട്വിൻസ് എനിക്ക് ജനിച്ചത്. അങ്ങനെ എൻ്റെ മെറ്റേണിറ്റി പീരീഡ് ഒക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടിക്കും. അപ്പോഴേക്കും നിങ്ങൾക്കറിയാലോ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറാ. കമ്പ്യൂട്ടർ ഇന്ന് നാളെ വേറെയാ. കമ്പ്യൂട്ടറിൽ ഞാൻ പഠിച്ച സോഫ്റ്റ്വെയറിൽ നിന്ന് സോഫ്റ്റ്വെയർ പറന്ന് എവിടെയൊക്കെയോ എത്തി. എൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ ഒരു ലീവൊക്കെ, ആ ഒരു മെറ്റേണിറ്റി പീരീഡ് ഒക്കെ കഴിയുമ്പോഴേക്കും. അപ്പൊ എന്ത് സംഭവിച്ചു, എൻ്റെ ഉള്ളില് ഒരു ലിമിറ്റിംഗ് ബിലീഫ് വരാൻ തുടങ്ങി. ഇനി എനിക്ക് പിടിച്ചാൽ കിട്ടൂല, കമ്പ്യൂട്ടർ സയൻസ് ഏരിയ ഇനി പിടിച്ചാൽ കിട്ടൂല. കാരണം ഞാൻ കുറേ ബാക്കിലോട്ടായി. ചിന്ത വരൂലേ അങ്ങനെ? കാരണം ഞാൻ കുറേ ബാക്കിലോട്ട്, ഒരു ലിമിറ്റിംഗ് ബിലീഫ് എൻ്റെ ഉള്ളിൽ എവിടെയോ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, പോട്ടെ, എന്തായാലും എനിക്കിപ്പോൾ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങി പണിയെടുക്കാനൊന്നും പറ്റൂല. കാരണം എന്താ, എനിക്കിപ്പോൾ 2 കുഞ്ഞു മക്കളാണ്. അപ്പൊ അവരെ നോക്കണമെങ്കിൽ തന്നെ ടൈം വേണം, വീട്ടിലിരുന്ന് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഓൺലൈൻ ലോകത്ത് എത്തിപ്പെട്ടത് കേട്ടോ. കുറേ വർഷമായി ഞാൻ ഓൺലൈനിൽ എത്തിയിട്ട്. അങ്ങനെ ഓൺലൈനിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഫുൾ ഫ്ലെഷ്ഡ് ഒന്നല്ല, ചെയ്യാൻ പറ്റുന്നതൊക്കെ. അങ്ങനെ എന്തായി, കുറെ കാലങ്ങൾ ഇങ്ങനെ പോയി, ദിവസങ്ങൾ കടന്നുപോയി. എൻ്റെ മക്കള് വലുതായി, അവരെ പഠിപ്പിക്കല്, ഭർത്താവിന്റെ കാര്യം നോക്കല്, വീട്ടിലെ കാര്യങ്ങൾ നോക്കല്. അങ്ങനെ ഒരു അടിപൊളി ഹൗസ് വൈഫ്. എന്ത് രസമാണെന്നറിയോ? എല്ലാവർക്കും അറിയാം ആ രസം. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോ എൻ്റെ മക്കൾ എന്നോട് പറയാം, അവർ കുറച്ച് വലുതായിട്ടോ. അപ്പൊ എന്നോട് പറയാം, ഉമ്മ നല്ല ടീച്ചറാണല്ലോ, ഉമ്മാക്ക് വന്നൂടെ നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കാന്? അപ്പൊ ഞാൻ നല്ല ടീച്ചറാണോ? എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പുറത്തു പോയി പഠിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ എന്ത് ചെയ്തു, ഹോം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി വന്നു ആദ്യം. എനിക്കിപ്പോഴും ആ കുട്ടിയുടെ പേര് ഓർമ്മയുണ്ട്, ലൈബ എന്നാ കുട്ടിയുടെ പേര്. കുട്ടി വന്നപ്പോൾ ഐ വാസ് ലൈക്ക്, ആക്ച്വലി ഒരു കുട്ടിയല്ലേ, ഫുൾ കെയർ സപ്പോർട്ടൊക്കെ കൊടുത്ത്. എന്ത് സംഭവിച്ചു, നെക്സ്റ്റ് മന്ത് ആ കുട്ടിയുടെ കസിൻസിനെയും കൂട്ടിയിട്ട് വന്നു. കാരണം എന്താ, കുട്ടിക്ക് നല്ല മാർക്ക്, നല്ല മാറ്റം. അതിൻ്റെ ഉമ്മാക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ആൾക്ക് എപ്പോഴും ഒരു എനർജി ഉണ്ടാവും അല്ലേ? ആ എനർജിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു, ആ കുട്ടിയിൽ മാറ്റം വന്നു, അതിന്റെ പാരന്റ്സിന് ഇഷ്ടപ്പെട്ടു, അത് അവരുടെ കസിൻസിനൊക്കെ കൂട്ടിയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു, നമ്മൾ ദുബായിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ഫ്ലാറ്റ് ഒക്കെ അല്ലേ, അതിലിങ്ങനെ കുട്ടികളൊക്കെ കൂടി വന്നപ്പോൾ റൂം ഒരു ചാലഞ്ചായി. ഒരു പ്രൈവസി ഇല്ലാത്ത പോലെയോ, റൂം ഭയങ്കര ചാലഞ്ചിങ്, വീടല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ കൺജഷനും പ്രോബ്ലംസും ചാലഞ്ചും എന്തൊക്കെയോ ആയി. പിന്നീട് ഞാൻ വിചാരിച്ചു, വേണ്ട, മതി, ഇത് നിർത്താം, ഞാൻ ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. അങ്ങനെ അത് സൈഡാക്കി. അത് കഴിഞ്ഞു കേട്ടോ, ആ എപ്പിസോഡ് കഴിഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറെ ഡയറക്റ്റ് സെല്ലിങ്, താബറ മാമിനൊക്കെ അറിയാം, പ്രോഡക്റ്റിന്റെ ഡയറക്റ്റ് സെല്ലിംഗ് ഒക്കെ എടുത്ത് അത് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്ത് സംഭവിച്ചു, പിന്നെ ഞാൻ ചെയ്തത് റീസെല്ലിംഗ് ആണ്. എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങി വേറൊരാൾക്ക് വിറ്റ് കൊടുക്കുക, റീസെല്ലിംഗ്. ആക്ച്വലി ഇതൊക്കെ ചെയ്തപ്പോഴാണ്
എൻ്റെ ഉള്ളില് ഇങ്ങനെ ഒരാള്, ഒരു സ്പീക്കറും ട്രെയിനറും ഒക്കെ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് സത്യം പറഞ്ഞാല് ഈ റീസെല്ലിങ്ങും ഡയറക്ട് സെല്ലിങ്ങും ബിസിനസ്സിലൂടെയാണ്. കാരണം ലൈക്ക് ഇവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ തന്നെയാണോ ഈ സംസാരിച്ചത്, ഞാൻ തന്നെ എന്നോട് ചോദിക്കും, "ഓ, നീ തന്നെയാണോ ഈ സംസാരിച്ചത്? ഓക്കെ, അപ്പൊ നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്." അങ്ങനെയാണ് ഞാൻ ആക്ച്വലി മനസ്സിലാക്കുന്നത്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാളുണ്ട്, എൻ്റെ ഒരു പൊട്ടൻഷ്യലാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കൂല, റൈറ്റ്? അപ്പൊ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. എൻ്റെ കുറേ സ്റ്റോറി കേട്ട് ആ, എല്ലാവരും ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലൊക്കെ ഒന്ന് കടക്കാം. ഓക്കെ, ആദ്യം ഞാൻ പറയട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരു, പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്, ഒരു ഇൻവിസിബിൾ ട്രാപ്പ് ഉണ്ട്. ഒരു ഇൻവിസിബിൾ ട്രാപ്പ് നമ്മൾ കാണൂല, അതാണ് ഒരു ട്രാപ്പ് ഉണ്ട്. എന്താണെന്നറിയോ? 80% സ്ത്രീകളും പറയുന്നതാ അവരുടെ എനർജി ഒക്കെ ഡ്രെയിൻഡ് ആയി, അവർക്ക് ഫുൾ ടൈം സ്ട്രെസ്സാണ്, അവർക്ക് എന്തൊക്കെയോ അസുഖങ്ങളാ, ഊരുവേദന, നടുവേദന, കാലുവേദന, മുട്ടുവേദന, തലവേദന, വയറുവേദന, ഇങ്ങനെ മൊത്തമായിട്ട് എന്തൊക്കെയോ അസുഖങ്ങൾ ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? 60% സ്ത്രീകൾക്ക് തോന്നുന്നുണ്ട് അവർക്ക് വേണ്ട ഒരു സ്നേഹമോ കരുതലോ കിട്ടുന്നില്ല. എത്ര ആളുകൾ വീട്ടിലുണ്ടായിട്ടും അവർക്ക് എന്തോ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗാ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത്? സ്ത്രീകൾക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് ഇങ്ങനെ തോന്നുന്നത്? എനി ഐഡിയ? കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഡയറക്ഷൻ എന്ന് പറയും. ലാക്ക് ഓഫ് ക്ലാരിറ്റി, ക്ലിയർ അല്ല ഒന്നും. അപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് ഞാൻ ജീവിക്കുന്നുണ്ട്, ഓക്കെ, എല്ലാ ദിവസവും ഞാൻ എണീക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒന്നും പുതുതായിട്ട് സംഭവിക്കുന്നില്ല, ഞാൻ മുന്നോട്ട് പോകുന്നില്ല, ഞാൻ എവിടെയോ ഒരു ഹൈയിലെത്തുന്നില്ല, ഞാൻ എന്താണോ അതേപോലെ സ്റ്റക്കായിട്ട് ജീവിതം പോകുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് എനിക്ക് എന്താണ് ശരിക്കും വേണ്ടത്, ഞാൻ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, കുറേ ക്ലാസ് കേൾക്കുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടാ ഞാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, റൈറ്റ്? പിന്നെ എനിക്കിതൊന്നും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരാളില്ല. അങ്ങനെയൊക്കെ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റിയും ഡയറക്ഷനും സംഭവിക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ലോസ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് കോൺഫിഡൻസ് എന്ന് പറയും. ഞാൻ ആരാണിപ്പോ? ഞാൻ ജനിച്ച സമയത്ത് ഞാനൊരു മോളായിരുന്നു, പിന്നെ ഞാൻ സ്ലോലി ഭാര്യയായി, അല്ല സഹോദരിയായി, പിന്നെ ഒരു ഭാര്യയായി, ഉമ്മയായി, മറ്റേ മരുമോളായി, പിന്നെ അമ്മായിയായി, അമ്മായിയമ്മയായി, അങ്ങനെ പല പല റോൾസ് എനിക്കുണ്ട്. പക്ഷെ എന്താണ് ശരിക്കും ഞാൻ ശരിക്കും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് എനർജി ലോ ആകുന്നുണ്ട്. പിന്നെ കുറെ പേര് പറയുന്നതാ, എനിക്ക് എവിടെ സമയം, എനിക്ക് എന്നെ നോക്കാൻ എവിടെയാ സമയം, ഫാമിലിക്ക് കൊടുക്കാൻ തന്നെ സത്യം പറഞ്ഞ സമയമില്ല, മക്കളെ നോക്കാൻ തന്നെ എനിക്ക് സമയമില്ല, സ്ട്രഗ്ലിംഗ് വിത്ത് ടൈം ആൻഡ് ഫാമിലി, ടോട്ടലി കൺഫ്യൂസ്ഡ്. എന്താ ചെയ്യേണ്ടത്, എന്താ സംഭവിക്കുന്നത് ഒന്നും അറിയില്ല. ഒരു ടോട്ടൽ കൺഫ്യൂസ്ഡ് ഏരിയയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഞാൻ ഈ കൗൺസിലിങ്ങും ട്രെയിനിങ്ങും ഒക്കെ ആയി വരുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. എനിക്കൊരു കോഴ്സ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നറിയോ? അതൊന്ന് പറയാൻ വേണ്ടിയിട്ട്. അതെ, ഒരു കോഴ്സ് ഉണ്ട്, ഓക്കെ, പിന്നെ നല്ല ടീച്ചറാ, ആഹാ, പിന്നെ ഉം, ഉം, നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ആഹാ, ആ കോഴ്സ് പഠിച്ചാൽ എന്നിലും ഈ മാറ്റം വരും, അതിന് അപ്പോൾ ആ കോഴ്സ് ബാക്കി ഉള്ളവരൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് നീ എന്ത് വേണം? അല്ല, എല്ലാവരും ചെയ്യുന്നപ്പോ എല്ലാവരും ചെയ്യുമ്പോ ഞാനും വിചാരിക്കുന്നു, ഉം, എന്ത്? ഇല്ല, ഒന്നും വിചാരിക്കുന്നില്ല, എന്തോ വിചാരിച്ചതാ, മറന്നുപോയി. ഇങ്ങനെയായിരുന്നു ഞാൻ, നിങ്ങൾക്കറിയോ? ഇങ്ങനെയായിരുന്നു ഞാൻ. കാരണം എന്താ? ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഞാൻ വലിയ എഞ്ചിനീയറൊക്കെ ആയി പഠിച്ചു എന്നല്ലാതെ ഞാൻ അങ്ങനെ പൈസയൊന്നും സമ്പാദിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു രൂപ പോലും സമ്പാദിച്ചു കൊടുക്കാത്തപ്പോൾ പൈസ ചെലവാക്കിയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാ പറയാ? അപ്പൊ അവര് വിചാരിക്കൂലേ, ഭർത്താവിന്റെ വീട്ടുകാർ വിചാരിക്കൂ, ധൂർത്ത്,
എൻ്റെ മോൻ്റെ ഭാര്യ ഒരു ധൂർത്തുകാരിയാ, ധൂർത്ത്. അവൾക്ക് തിന്നാനും കുടിക്കാനും പോരാ, അവൾക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനും പോലും പൈസ വേണം പോലും. അപ്പൊ നമ്മൾ ആ ഒരു ഫീലിംഗിലേക്ക് എത്തും. വേണ്ട, അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, ഞാൻ അത്രക്ക് വളർന്നിട്ടില്ല. എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? ആക്ച്വലി ഇതായിരുന്നു ഞാൻ. എങ്ങനെ പറയും? പറഞ്ഞാ ഇവരെന്ത് ആക്ച്വലി പറഞ്ഞാ നീ പഠിക്കാനാ വെരി ഗുഡ് എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമുക്ക് ഉള്ളില് എങ്ങനെ പറയാ, അവരെന്താ വിചാരിക്ക, എന്നെ അങ്ങനെ വിചാരിക്കൂലേ, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗാ. അതെന്താ നമുക്ക് അങ്ങനെ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്ത വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്ത വരുന്നത്? എന്നില് ആ ചിന്ത വന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സമ്പാദിച്ചു കൊടുക്കാതെ ഞാൻ എങ്ങനെയാ പൈസ എന്തിനൊക്കെയോ വേണമെന്ന് പറയാ, അത് ദൂർത്തല്ലേ. അങ്ങനെ പറഞ്ഞോടാ, ഞാൻ നല്ല കുട്ടിയല്ലേ, മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടട്ടെ. അപ്പൊ ഞാനിങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒന്നും ചെയ്യണ്ട, അനങ്ങാണ്ടിരിക്കുക, എന്നിട്ട് അവര് പറയുന്നത് പോലെ അങ്ങ് ചെയ്യുക എന്നുള്ളൊരു ഫീലിങ്ങിലായി. പക്ഷെ ഇങ്ങനെയല്ല. എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി കാണിച്ചു തന്നത് ആരാന്നറിയോ? ഞാൻ ആദ്യമായിട്ട് സ്റ്റെപ്പ് എടുത്തപ്പോൾ എൻ്റെ മെൻറ്ററാണ്. എൻ്റെ മെൻറ്റർ എനിക്ക് പറഞ്ഞു തന്ന, നിന്റെ ചാലഞ്ച് ഇവിടെയാ കിടക്കുന്ന ലൈല, നീ ഇത് ഹീല് ചെയ്യണം, അത് ക്ലീൻ ചെയ്യണം. നിന്റെ റൂം തേച്ച് കച്ചറയായി കിടക്കുക, അത് ക്ലീൻ ചെയ്യണം. നിന്റെ പർപ്പസ് കണ്ടെത്തണം, നീ എന്തിനാ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് നീ കണ്ടെത്തണം. എന്നാൽ മാത്രമേ നിനക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നീ കാലാകാലം ഇങ്ങനെ തന്നെ ആയിരിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റൈറ്റ്? അപ്പൊ എനിക്ക് അന്ന് തൊട്ട് ഞാന് കോൺഫിഡൻസ് ഇരിക്കാൻ വേണ്ടി, ദാറ്റ് ഈസ് ഓൾസോ ദർ, അത് വേറെ കാര്യം. അന്ന് തൊട്ട് എനിക്ക് കിട്ടിയ അറിവും എൻ്റെ പരിചയവും ഞാനിതാ നിങ്ങൾക്ക് തരണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഉള്ളിലും ഇതൊക്കെ ഉണ്ടാവും. കാരണം എനിക്കൊരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം നിങ്ങളിൽ കുറേ പേര് ഇത് അനുഭവിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെ ക്ലെൻസ് ചെയ്യുക, നിങ്ങളെ ഹീൽ ചെയ്യുക, നിങ്ങൾ ഇതേപോലത്തെ ആവശ്യമില്ലാത്ത ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്, അതൊക്കെ കളഞ്ഞ് നിങ്ങളെ സൂപ്പർ വുമനാക്കി പറത്താം. കൂട് പൊളിച്ചിട്ട് പറക്കാന്ന് പറയുമ്പോൾ ഇവിടെ കുറെ പേര് ചിന്തിക്കുന്നുണ്ടോ, എൻ്റെ ഭർത്താവിനെയും മക്കളെയൊക്കെ കളഞ്ഞിട്ട് അങ്ങ് പറന്നു പോവാന്ന്. വെറുതെ വിചാരിക്കണ്ട കേട്ടോ, അവരൊക്കെ ആവശ്യമുണ്ട്. അവരൊന്നും ഇല്ലെങ്കിൽ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എവിടേക്കാ നിങ്ങൾ പറക്കാൻ പോകുന്നത്? ആകാശത്തേക്കോ? ഒരു കാര്യമില്ല. അവർ കൂടെ വേണം. അവരെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ പറക്കാം, അവരെയും കൂടെ പറത്താം. റൈറ്റ്? റെഡിയാണോ? ഞാനെന്തോ നമുക്ക് ഒന്നിച്ച് പറക്കാം. അതാണ്, ഞാനെന്തോ ചക്കയായി മാങ്ങയായി തേങ്ങയായി എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാനും ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കാം, ദുബായില് 4 ചുവര്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റൂമിന്റെ ചാലഞ്ച്, ആ റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിൽ വളർന്നതാ ഞാൻ. എന്നിട്ട് ഇന്ന് ഞാൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ എത്ര ബ്ലോക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. റൈറ്റ്? ആ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇന്ന് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നാണ് ആക്ച്വലി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഞാൻ ഭയങ്കര സംഭവമായി അന്ന് ഞാൻ പറഞ്ഞിട്ട് ദേ ഇവിടം വരെ, അതൊന്നും അല്ല കേട്ടോ. ഐ എം ജസ്റ്റ് ടെല്ലിങ്, എന്നെ കൊണ്ട് പറ്റുന്നെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും. പക്ഷെ നിങ്ങൾ റെഡി ആയിരിക്കണം നിങ്ങളുടെ ബ്ലോക്ക് മാറ്റാൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ ബ്ലോക്ക് ആരാണ്? പറഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് ബ്ലോക്ക്? നമ്മൾ തന്നെ. നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനാ ചിന്തിച്ചത്. പറയാ, ഞാൻ വിചാരിക്കുക, ഞാനല്ലേ എന്നെ ബ്ലോക്ക് ചെയ്തത്. സോ നമ്മളെ ജീവിതത്തിൽ ബ്ലോക്ക് നമ്മൾ തന്നെയാണ്. റൈറ്റ്? അപ്പൊ നമ്മൾക്കൊരു 3 പ്രിൻസിപ്പിൾസ് ഉണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത്, നമുക്ക് വളർച്ച വേണമെങ്കിൽ നമുക്കൊരു മെൻറ്റർ വേണം. കാരണം നമ്മളെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മെൻറ്ററാ എനിക്ക് ആ ഒരു പോയിന്റ് ഇട്ട് തന്നത്. നീ ഇങ്ങനെയാ ചെയ്യണ്ടേ, എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്, ഇങ്ങനെയല്ലേ ചെയ്യണ്ടേന്ന്. അങ്ങനെ ഉണ്ടല്ലേ, ആ ഒരു ഫീലിംഗ്. ഓക്കെ. പിന്നെന്താണ് അടുത്തത്? നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഒരുപാട് ചുരിദാർ വാങ്ങും, ബിരിയാണി കഴിക്കും, ജ്യൂസ് കുടിക്കും, എന്താണെന്ന് ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഒരു 200 രൂപയെങ്കിലും കൊടുത്തിട്ട് ഒരു കോഴ്സ്, എന്തെങ്കിലും ഒരു സാധനം പഠിക്കണം എന്ന് പറഞ്ഞാൽ 200 രൂപയിൽ എത്ര 10 രൂപ ഉണ്ട്? 1, 2, 3, 4 ഇങ്ങനെയൊക്കെ നമ്മൾ എണ്ണും. കാരണം എന്താ? ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് പാടായ ഒരു സംഭവമായിട്ടുണ്ട്. പക്ഷെ എന്നാണോ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അന്ന് ആ മാറ്റം കാണും. സാബിറ മാം കറക്റ്റ് ആണോ അല്ലയോ? എന്ന് മാമിൽ ഇൻവെസ്റ്റ് ചെയ്തു അന്ന് മാമിന് മാറ്റം കണ്ടോ ഇല്ലയോ? സാബിറ മാം മാത്രമേ വീഡിയോയിലുള്ളതുകൊണ്ടാട്ടോ.
പറയൂ. മാറ്റം കണ്ടു. കണ്ടു. അതാണ് നമ്മൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാറ്റം കാണുക. റൈറ്റ്. പിന്നെ എന്ത് ചെയ്യാന്നറിയോ? അത് പുറത്തേക്ക് വരാൻ ലേശം ബുദ്ധിമുട്ടായി എന്ന് മാത്രം. അതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മെൻറ്റർ, ഇപ്പൊ നിങ്ങളൊരു മെൻറ്ററിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ആ മെൻറ്റർ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ ഇത് ചെയ്യുക, ഇത് ചെയ്യുക, ഇത് ചെയ്യുക, പിന്നെ ഇത് ചെയ്യുക, ഇത് ചെയ്യുക, രാത്രി ഉറങ്ങുന്നതിന് മുമ്പിൽ. അതൊരു സിസ്റ്റം ആയിരിക്കും. ആ സിസ്റ്റം അവർ പറയുന്ന പോലെ ചെയ്യുക വിത്ത് ഫുൾ പവർ. അപ്പൊ തന്നെ നമ്മൾ ആ മാറ്റങ്ങൾ വരും. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ മെൻറ്റർ എന്നോട് അഫർമേഷൻസ് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാനത് ഇമ്പോസിഷൻ പോലെ എഴുതിയത്. ഇമ്പോസിഷൻ പോലെ എഴുതി. എത്ര പ്രാവശ്യം ഇത് എഴുതണ്ട, ഇത് എഴുതിയിട്ട് എന്ത് സംഭവിക്കാനാ? എഴുതി ഫോട്ടോ നോക്ക്, എഴുതി. ഇങ്ങനെയൊക്കെ ഞാൻ ഏകദേശം 5-6 ദിവസമൊക്കെ ഞാൻ സത്യം പറഞ്ഞാലും മെൻറ്ററെ ചീത്ത വിളിച്ചിട്ടാണ് എഴുതിയത്. കാരണം മെൻറ്റർ ഭയങ്കര സാധന, നിർബന്ധിച്ച് എഴുതിപ്പിക്കും. അങ്ങനെ ഞാൻ 6 ദിവസമൊക്കെ പിന്നെ കുറേ ദിവസം ഇങ്ങനെ 7ാമത്തെ ദിവസമൊക്കെ എഴുതുമ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലേക്ക് അതിൻ്റെ അർത്ഥം വരാൻ തുടങ്ങി. കാരണം എന്താ, ഡെയിലി ഇത് വായിക്കല്ലേ, വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ നമുക്ക് പറഞ്ഞുതരും, നീ എന്താ എഴുതുന്നത്, നീ ഇതാ എഴുതുന്നത്. അപ്പോൾ സ്ലോലി ആക്ച്വലി ആ അഫർമേഷനിൽ നിന്ന് ഞാൻ ആ മാറ്റം കണ്ടെത്തിയത്. ഞാൻ മാറ്റം കണ്ടെത്തിയത് കാരണം ഓരോ ദിവസവും അഫർമേഷൻസ് എഴുതുമ്പോൾ എന്നിൽ ആ മാറ്റം വരാൻ തുടങ്ങി. അപ്പൊ നമ്മളെ മെൻറ്റർ എന്താ പറയുന്നത് അത് നമ്മൾ അനുസരിക്കുക, ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക. അതാണ് നമ്മൾ വേണ്ടത്. സോ ഒരിക്കലും നമ്മളായിട്ട് ഞാനിങ്ങനെ കയ്യും വീശി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ബാക്കിൽ നിന്ന് പിടിച്ച് ബാക്കോട്ട് വലിക്കരുത്. നമ്മൾ തന്നെ നമ്മളെ ബാക്കിലോട്ട് വലിക്കരുത്. കുറേ ആൾക്കാർ അതിനുണ്ട്, അവര് വലിച്ചോട്ടെ, നമ്മളെ വലിക്കരുത്. റൈറ്റ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ സ്ത്രീകളില്ലേ ആക്ച്വലി 3 ജനറേഷനെ സ്വാധീനിക്കാൻ പറ്റുന്നവരാണ്. 3 ജനറേഷൻ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് സ്പെഷ്യലി ഞാൻ സ്ത്രീകളെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒരു സ്ത്രീ നന്നായിട്ട് നല്ല രീതിയിൽ ബോധത്തോടെ, തിരിച്ചറിവോടെ, അറിവോടെ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ തന്നെ ആ കുടുംബത്തിന്റെ ലെവല് വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, വെറുതെ ജീവിതം നോക്കിയിരിക്കാതെ ലൈക്ക് ദിസ്, ജീവിതം വരുന്നുണ്ടല്ലോ, ഓക്കെ, അങ്ങനെ നോക്കിയിരിക്കാതെ നമ്മളത് ലീഡ് ചെയ്യാൻ പോവാം മുന്നോട്ട്. റൈറ്റ്. നമ്മളെ ജീവിതത്തിന് നമ്മൾ തന്നെ ലീഡ് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് ഉണ്ട് വരുന്നത്. ആ കോഴ്സിൽ ആക്ച്വലി നമ്മൾ 3 സ്റ്റേജസിലൂടെയാണ് കടന്നു പോവാം. 3 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഹീലിങ്ങും ക്ലീനിങ്ങും ആവശ്യമുണ്ടെന്ന്. റൈറ്റ്. നമ്മൾ ലൈഫിൽ ഹീലിംഗ് ആവശ്യമുണ്ട്. കുറെ ഹീലിംഗ് മെത്തഡോളജീസ് ഉണ്ട്. ലൈക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ടാവും, EFT ടാപ്പിംഗ് ഹീലിംഗ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഹീലിംഗ് മെത്തഡോളജീസ് ഉണ്ടാവും NLP റിലേറ്റഡ് ആയിട്ടും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഏരിയ ആണ്. കുറേ ലൈഫ് സ്കിൽസ് ഒക്കെ പഠിച്ചിട്ട് അതെങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്ന് പഠിക്കാം. അടുത്ത എന്താ അറിയോ, ഇൻസ്പയറിങ് സ്റ്റേജ് ആണ്. മറ്റുള്ളവർ നമ്മൾ നോക്കിയിട്ട് എൻ്റെ അമ്മേ ഇതാരാ, ഇത് കഴിഞ്ഞ വർഷം കണ്ട ആൾ തന്നെയാണോ ഇത്, ആ ലെവലിലേക്ക് നമ്മൾ എത്തും. അങ്ങനെയാണ് നമ്മളുടെ 3 സ്റ്റേജസ് ഓഫ് ദിസ് പ്രോഗ്രാം കിടക്കുന്നത്. ഓക്കെ. പക്ഷെ ഇതിനൊരു റൂൾ ഉണ്ട്. എന്താണ് റൂൾ എന്നറിയാം? നമ്മൾ പഠിക്കാൻ റെഡി ആയിരിക്കണം, നമുക്ക് എനർജി ഉണ്ടാവണം, നമ്മൾ ആക്ഷൻ എടുക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുള്ളൂ. അല്ലാതെ വെറുതെ യൂട്യൂബ് നോക്കിയിരിക്കുന്ന പോലെ നല്ല രസമുണ്ടല്ലോ, ഓക്കെ, ഇങ്ങനെ ആക്കി ഇരിക്കുകയാണെങ്കിൽ, ആക്ഷൻ എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ. ഇനി നമ്മൾക്ക് ആദ്യമേ നമ്മൾ നസീറ മാം, ഞാൻ ഇവിടെ വന്നത് എന്തോ കൂട് പൊളിക്കാൻ പറ്റൂന്നോ, പൊട്ടിച്ച് കയ്യിൽ തരൂന്നോ എന്തൊക്കെയോ പറയുന്ന കേട്ടോന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള സീക്രട്സ് നമുക്ക് നോക്കാം. ഓക്കെ. കൂട് പൊളിക്കണ്ടേ, അപ്പൊ അതിന്റെ സീക്രട്ട് അറിയണ്ടേ? അപ്പൊ അതിന്റെ സീക്രട്ട് ആണ് നമ്മൾ ഇനി നോക്കി കാണാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാ? നമ്മൾക്ക് ഇഷ്ടം പോലെ നെഗറ്റീവ് ടോക്സ് ഉണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം, ഞാൻ ഇന്നൊരു വെബിനാർ എടുത്താലോ, അന്നേരം എൻ്റെ ഉള്ളിൽ മറ്റേ ആൾ പറയും, എന്തിനാ ഇപ്പം വെബിനാർ എടുക്കുക, നിങ്ങൾക്ക് ഈ പണിയൊക്കെ ഇല്ലേ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടോ? സമയമില്ല ലൈല, സമയമില്ല, നീ ചെയ്യല്ല ലൈല, എന്തിനാ ഇപ്പൊ ചെയ്യണേ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പേഴ്സൺ ഉണ്ട്. അതിനെ മാറ്റണം. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറേ നെഗറ്റീവ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. കുറേ സ്റ്റോറി നമ്മൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ ഇതാണ്, ഇതാണെങ്കിൽ അതാണ്, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റോറീസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ കുറിച്ചിട്ട്.
ആ സ്റ്റോറി നമ്മളല്ലേ എഴുതിയത്, ആ നെഗറ്റീവ് സ്റ്റോറി. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണേന്നറിയോ? ആ സ്റ്റോറി നമ്മൾ ഇങ്ങനെ വൈറ്റിംഗ് വെച്ച് മായിച്ചിട്ട് സ്റ്റോറി നമ്മൾ തിരുത്തി എഴുതും. നല്ല സ്റ്റോറി, പോസിറ്റീവ് സ്റ്റോറി നമ്മൾ തിരുത്തി എഴുതും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. റൈറ്റ്? അപ്പൊ നിങ്ങൾ റെഡിയാണോ സ്റ്റോറി മാറ്റി എഴുതാൻ? യെസ് ഓർ നോ? ആണോ? അപ്പൊ സ്റ്റോറി എഴുതാൻ, മാറ്റി എഴുതാൻ റെഡി ആണെങ്കിൽ അതിനുള്ള 3 സ്റ്റെപ്പാണ് കേട്ടോ. ഒന്ന്, നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. എന്ത് റെക്കോർഡ് ഉണ്ടാവുക? റെക്കോർഡ് വരും, ഇൻഷാല്ല, നോക്കട്ടെ, വരുമായിരിക്കും. സാബറ മാമിന് അറിയാലോ, എല്ലാം വരുമായിരിക്കും മാത്രം. ഓക്കെ. അപ്പോ ഫസ്റ്റ് നമ്മൾ ബിലീഫ് ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഞാൻ എല്ലാം ചെയ്താലേ എന്നെ എല്ലാവർക്കും ഇഷ്ടാവുള്ളൂ, ഞാൻ അത് ചെയ്തില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക, ഞാനൊരു പീപ്പിൾ പ്ലീസർ ആവണം, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ വീട്ടിൽ ജീവിക്കാം, ശരിയാവില്ല. ഈ സംഭവം നമ്മൾ ആദ്യം തന്നെ മാറ്റുന്നു. ഇതിനൊരു പ്രോസസ്സ് ചെയ്യാനുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് അത് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നമ്മളുടെ റിലീസ് ഓഫ് ഇമോഷൻ എന്ന് പറയും. അതായത് ഇപ്പൊ ആക്ച്വലി ഒരു ഒരു വൃത്തിയില്ലാത്ത റൂമായിട്ടാണ് നമ്മളെ മനസ്സുള്ളത്. അതില് നല്ല സാധനങ്ങളും ഉണ്ട്, വേണ്ടാത്ത സാധനങ്ങളും ഉണ്ട്, മാറാലിയുണ്ട്, പൊടിയുണ്ട്, എന്തൊക്കെയോ എല്ലാം കുത്തി 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 നിറച്ച് ഗാർബേജ്, ഫുള്ള് കച്ചറ. നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ആ റൂം ക്ലീൻ ചെയ്യാൻ പോവാ. നന്നായി ക്ലീൻ ചെയ്യും. അതിൽ കുറേ ടൂൾസ് ഉണ്ട്. അങ്ങനെ അത് ക്ലീൻ ചെയ്യും. രണ്ടാമത് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, എല്ലാം അടുക്കി പെറുക്കി നല്ല ഓർഗനൈസ് ആക്കി വെച്ച് നല്ല സൂപ്പറായി. ഇനി എന്ത് ചെയ്യാം? നമുക്കിനി വേണ്ട ഫർണിച്ചർ ഇട്ടിട്ട് നല്ല റൂമൊക്കെ നല്ല നീറ്റ് ആക്കാം. ആദ്യം റൂം ക്ലീൻ ചെയ്യണം, എന്നാലേ പുതിയൊരു സാധനത്തിന് അതിൽ കയറ്റാൻ പറ്റൂ. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്ത് പുതിയൊരു സാധനത്തിന് കയറ്റുന്നു. റൈറ്റ്? കാരണം എന്താന്ന്, ഇതെന്താണ്ടാ പറയുന്നതെന്നറിയോ? നമ്മളുടെ ചിന്തകൾ ഇങ്ങനെ ക്ലട്ടേഡ് ആയിട്ട് കിടക്കുക. എന്തൊക്കെയോ ചിന്തകൾ, നമ്മൾ എന്ത് ചിന്തിക്കാൻ നോക്കിയാലും നമ്മളെ പുറകോട്ട് വലിക്കുന്ന കുറേ ചിന്തകൾ. നമ്മൾ ആദ്യം ആ ചിന്തകളെ മാറ്റുന്നു. കാരണം എന്താ? ഈ ചിന്തകളാണ് നമ്മളെ ഫീലിങ്സ് ആവുന്നത്. ആ ഫീലിങ്സ് കാരണം നമ്മൾ, ആഹാ, അവള് ഇന്നലെ എന്നെ പറ്റിച്ചേ, അന്നേരം എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞ ഫീലിംഗ് വന്നു, ഇമോഷൻ വന്നു. നാളെ താട്ടെ, ഞാൻ അവളെ ഇതിൽ പറ്റിക്കും, ഞാനൊരു ആക്ഷൻ എടുക്കും തിരിച്ചിട്ട്. എന്നിട്ട് ഡെയിലി രാവിലത്തെ എല്ലാ ദിവസത്തെയും പണി അവളെ പറ്റിക്കണം, അല്ലെങ്കിൽ അവൾക്കൊരു മോശമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ അതെന്റെ ഹാബിറ്റായി മാറും. ലാസ്റ്റ് പിന്നെ എല്ലാരും കൂടിയും പറയും, നിനക്ക് ആ ലൈലാൻ അറിയില്ല? ഏത് ലൈല? ആ പയ്യന്നൂർ സൈഡിലുള്ള ലൈല? ആ അറിയാ, എന്ത് സാധനല്ലേ, അവൾ അങ്ങനെ തന്നെയാ, അവളെല്ലാരും ഇത് ചെയ്യല പണി. എന്താ സംഭവം? ഞാൻ തന്നെ അത് ഉണ്ടാക്കിയത്. എന്റെ ചിന്തകൾ ക്ലട്ടേഡായി, എന്റെ ഫീലിങ്സ് കച്ചറയായി, എന്റെ ആക്ഷൻ കച്ചറയായി, ഞാൻ തന്നെ ടോട്ടലി കച്ചറയായി. പിന്നെ ആൾക്കാർ പറയും, അവർക്കറിയില്ലല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്റെ ചിന്ത കൊണ്ടാന്ന്. അപ്പൊ നമ്മൾ അറിയണം നമ്മളുടെ ചിന്ത എന്താണെന്നും ആ ചിന്ത നമ്മൾ മാറ്റണം. അപ്പൊ അവിടെയാണ് നമ്മൾ തേർഡായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളുടെ കോഴ്സിൽ നമ്മൾ മനസ്സിലാക്കി തരും നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് നിങ്ങളെ അത് ബാധിക്കുന്നത്. നിങ്ങളെ സെൽഫിൽ പണിയെടുത്താലേ സക്സസ് ഉണ്ടാവും. യെസ് ഓർ നോ? നിങ്ങൾക്ക് സക്സസ് വേണമെങ്കിൽ നിങ്ങളുടെ സെൽഫിൽ പണിയെടുക്കണം. അതിന് കുറേ ടൂൾസ് ഉണ്ട് കേട്ടോ, കുറേ ടൂൾസ് ഉണ്ട്. കുറേ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞ് തീരൂല, അത്രയും കുറേ ടൂൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ കോഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെ ഇത് പറയാ, അങ്ങനെ അത് പറയാന്നില്ല, അങ്ങനത്തെ ചിന്തകളൊന്നും ഇനി വരൂല. ചോദിച്ചാ ദൂർത്തുകാരി എന്ന് വിചാരിക്കോ? ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു അതൊന്നും ഇനി വരൂല, ഞാൻ ചെലവിന് കൊടുക്കുന്നില്ലല്ലോ, അപ്പൊ ഞാൻ എങ്ങനെയാ ചോദിക്കുക? ഇതൊക്കെ നമ്മൾ കുറേ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ കറന്റ്ലി, പണ്ടൊക്കെ ഞാൻ എങ്ങനെയാണെന്നറിയോ? രാവിലെ എണീറ്റു, കണ്ണു തുറന്നു, ബാത്റൂമിലേക്ക് ഓടുന്നു, തിരിച്ചു വരുന്നു, നിസ്കരിക്കുന്നു, പണി കിച്ചണിലേക്ക് ഓടുന്നു, ജനലൊക്കെ തുറക്കുന്നു, കിച്ചണിലെ പണി തുടങ്ങുന്നു, ആ മക്കളെ വിളിക്കുന്നു, ഭർത്താവിനെ വിളിക്കുന്നു, ജോലിക്ക് അയക്കുന്നു. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞാല് ചായ കുടിക്കുന്നു, അയ്യോ അടുത്ത പണി. ഇതായിരുന്നു ജീവിതം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്നിൽ ഞാൻ വർക്ക് ചെയ്യാനുണ്ട്, വേറെ ആരും വരൂല എന്നിൽ വർക്ക് ചെയ്യാൻ. അപ്പൊ ഞാൻ എന്താക്കി? ഞാൻ ആദ്യം എണീറ്റ് എൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി കുറച്ച് സമയം, എൻ്റെ കൂടെ ഇരിക്കാൻ കുറച്ച് സമയം, ജസ്റ്റ് ഒരു ബുക്കൊക്കെ എടുത്തിട്ട്, ഓഹോ ഇന്ന് ഓക്കെ, ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാ തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രെയിൻ ഡം എന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു ജേർണൽ എന്നൊന്നും ഞാൻ പറയാം,
ഫുള്ള് എനിക്ക് എന്തൊക്കെയാ തോന്നുന്നത് അതൊക്കെ ഒന്ന് എഴുതുക. അപ്പൊ എന്തായി, എൻ്റെ കൂടെ ഞാൻ ഇരിക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ തലച്ചോറ് എനിക്ക് പലതും പറഞ്ഞുതരും. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡും എനിക്ക് പലതും പറഞ്ഞുതരും. ലൈല, നീ ഇന്നലെ ചെയ്തത് അത് ശരിയല്ല, നീ ഇങ്ങനെയല്ലേ അങ്ങനെ ചെയ്യണ്ടല്ലേ. അങ്ങനെ കൂടെ ഇരിക്കുക, ഒരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടാക്കുക. നല്ലൊരു സംഭവം കേട്ടോ. അല്ലാണ്ട് വെറുതെ കിച്ചണിലേക്ക് ഓടിപ്പോയിട്ടൊന്നും കുറേ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു മിഡ് ലൈഫിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ക്രൈസിസിലേക്ക് വിടും. ഞാനിനി ആർക്ക് വേണ്ടിയാണ് എണീക്കുന്നത്, എൻ്റെ ചായ കുടിക്കാൻ ആരാ ഇപ്പോൾ ഉള്ളത്, എല്ലാവർക്കും തിരക്കാണ്, എൻ്റെ ചായ ഒക്കെ ആർക്കും വേണ്ട. ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തും. അതിന് മുന്നേ നമ്മളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ മാറിയപ്പോ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ തന്നെ എൻ്റെ ചുറ്റുപാട് മാറാൻ തുടങ്ങി. അവർക്ക് മനസ്സിലാൻ തുടങ്ങി എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. അങ്ങനെ അവർക്ക് മനസ്സിലായി നല്ലൊരു മാറ്റം. അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ എങ്ങനെയാണ് മാറ്റം നിങ്ങൾ കൊണ്ടുവരേണ്ടത്? നിങ്ങൾക്ക് അറിയണോ? വേണോ വേണ്ടയോ? എല്ലാരും ഉറങ്ങിയോ? വേണം. വേണം. അപ്പോൾ നമുക്കൊരു 3 സ്റ്റെപ്പ് നോക്കാം നമ്മളിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ്, നമ്മളുടെ പർപ്പസ് മനസ്സിലാക്കാം. പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്? എന്തിനായിരിക്കും ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്? ഇരുന്നാലോചിക്കുക. പർപ്പസ്. ഞാൻ വെറുതെ ജനിച്ചവളായിരിക്കൂല ഒരിക്കലും. ഒരു സംഭവവും ഈ ഭൂമിയിൽ പടച്ച റബ്ബ് ഒരു പർപ്പസ് ഇല്ലാതെ ജനിപ്പിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു പർപ്പസ് ആയിരിക്കും ഉണ്ടാവും. അതെന്താന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ വെറും ഒരു ഹൗസ് വൈഫ് അല്ല, നിങ്ങളിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഈ ഭൂമിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആലോചിച്ചെടുക്കണം. പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആവാൻ പറ്റുള്ളൂ. നിങ്ങൾ വെറുതെ ചിന്തിക്കാം, എനിക്ക് 60 വയസ്സാവുന്നതിന് മുന്നേ എനിക്ക് എത്ര പേരെ സഹായിക്കാൻ പറ്റും? അതും ഒരു പർപ്പസ് ആവാം. വെറുതെ ചിന്തിക്കാം, എനിക്കൊരു 60 വയസ്സാകുന്നതിന് മുമ്പിൽ എനിക്ക് എത്ര പേരെ സഹായിക്കാൻ പറ്റും, ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചിന്തിക്കാം. അതാ സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലത്തെ ലോകത്തെ നന്നാക്കുക. അതായത് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മളെ പുറത്തെ ലോകമാണ് നമ്മളെ ഉള്ളിലെ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? പുറത്തുനിന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളെ ഉള്ളിലത്തെ രോഗം ആണോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. ഇനി എന്ത് സംഭവിക്കണം? നമ്മളെ ഉള്ളിലത്തെ ലോകം വളർന്നിട്ട് പുറത്തെ ലോകത്തിന് റേഡിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ ഞാനിപ്പോ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആളടുത്ത് പോയിട്ട് യു ഷട്ട് അപ്പ്, ഐ ആം ടെല്ലിങ് യു ഗെറ്റ് ഔട്ട്, അങ്ങനെ വെറുതെ സൗണ്ട് ഉണ്ടാക്കലൊന്നും അല്ല. ഓക്കെ, അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ആവശ്യമില്ലാണ്ട് നിങ്ങൾ ബഹളം വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത് കോൺഫിഡൻസ് അല്ല. ആൾക്കാർക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് ഇല്ലാണ്ടാവുക. അയ്യേ തനിക്ക് അച്ചറ, എന്താ ഇത്? ആ രീതിയിലേക്ക് നമ്മൾ മാറും. നമ്മൾ വെറുതെ ഒരാളെ ഇങ്ങനെ നോക്കിയാൽ തന്നെ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ ഒച്ചപ്പാടോ ബഹളോ സൗണ്ട് ഉണ്ടാക്കലോ അതൊന്നും അല്ല കോൺഫിഡൻസ്. കോൺഫിഡൻസ് നമുക്ക് വേറെ തന്നെ കൈവരിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിൽ നമ്മൾ കോൺഫിഡൻസ് എങ്ങനെ കൂട്ടേണ്ട, നമ്മളെ കോൺഫിഡൻസ് ബിൽഡിംഗ് അടക്കം നമ്മൾ ഇതിൽ ശരിയാക്കുന്നുണ്ട്. റൈറ്റ്? അപ്പൊ നമ്മളുടെ ഫ്രീക്വൻസി, നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാന്ന് ഞാനിപ്പോ ഇങ്ങനെ പിന്നില്ലേ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എനർജി ലെവല് നിങ്ങൾക്ക് മനസ്സിലായി. അയ്യേ എന്താ സംഭവം, ഏതൊരു രസമില്ലപ്പാ എന്നുള്ള രീതിയിലാവും. പക്ഷെ നമ്മൾ നല്ല എനർജി കീപ്പ് ചെയ്യുക. ദാറ്റ് വിൽ ഷോ യുവർ കോൺഫിഡൻസ്. എന്ന് വെച്ച് ഒച്ചപ്പാടല്ല, നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക. കുറേ പേർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ട്, നല്ല ഒച്ചത്ത് സംസാരിച്ചാൽ കോൺഫിഡൻ്റ് ആവുമെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഓക്കെ, ഇനി എന്താണ്? നിങ്ങൾ വളരുമ്പോഴാണ് നിങ്ങളെ മക്കളും നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങളെ ഫീൽ ചെയ്യും, അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ നിങ്ങളെ ഭർത്താവരും നിങ്ങളെ പാർട്ട്ണർക്കും മനസ്സിലാവും, ഇവരെന്തോ കാര്യമായി ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. റൈറ്റ്? യെസ് ഓർ നോ? ആണോ? റെസ്പെക്ട് ചെയ്യൂലേ? യെസ്. യെസ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചിന്തിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ പറ്റും. എന്താണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ മുൻനിരയിൽ എത്തിക്കാൻ പറ്റും, എൻ്റെ കൂടെ കൂട്ടി അവരെയും കൂടി മുൻനിരയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ എത്തണം. അപ്പൊ അതിനു വേണ്ടി നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യാൻ പാടില്ല. റൈറ്റ്? നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ നിങ്ങൾക്ക് എനർജി ഉണ്ടാവണം.
നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്? ഓക്കെ. അപ്പൊ അതായത് നമ്മളെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടെങ്കിലല്ലേ വണ്ടി ഓടുള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പെട്രോൾ നിറക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ വണ്ടി ഓടുള്ളൂ. ഇല്ലെങ്കിൽ കുറെ കാലം ഒന്നും ഓടില്ല, എവിടെയെങ്കിലൊക്കെ വീട് കിടക്കും. റൈറ്റ്? ഇനി അടുത്തത്, നമ്മൾ വെറുതെ, അടുത്ത സ്റ്റെപ്പാണ്, നമ്മൾ വെറുതെ ശുഹദാക്കളാവാൻ നിൽക്കരുത്. ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലല്ല, എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മരിക്കാൻ റെഡിയായ കുറെ ആൾക്കാർ. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ റെഡി, ഭർത്താവിന് വേണ്ടി റെഡി, ഫാമിലിക്ക് വേണ്ടി റെഡി. അങ്ങനെ വെറുതെ മരിക്കാൻ റെഡിയായിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. അല്ല അല്ല നിങ്ങൾ ചെയ്യാതെ കുറെ കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന്. നിങ്ങളോട് ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? നിങ്ങൾക്ക് എന്താ സൈഡ് പിടിച്ച് നിങ്ങൾക്ക് പോയിക്കൂടായിരുന്ന? ഞാൻ ഇങ്ങനെ പോയപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പോയിക്കൂടെ? അപ്പൊ അതൊന്നും ചോദിക്കാൻ നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ചെയ്യാം. മറ്റുള്ളവരെ ലീഡ് ചെയ്യാനും നോക്കുക. ഓക്കെ? അപ്പോ ഒരിക്കലും ഒരിക്കലും എല്ലാ ജോലിയും, അതിൽ കുറേ സ്ത്രീകൾക്കുള്ള പ്രശ്നം, ഇൻക്ലൂഡിങ് മീ, ഞാനും അത് തിരുത്താൻ നോക്കുന്ന സംഭവം കേട്ടോ. ഞാൻ ചെയ്താൽ മാത്രമേ എല്ലാം ശരിയാവുള്ളൂ. ഞാൻ അലക്കിയാൽ മാത്രമേ ശരിയാവുള്ളൂ. ഞാൻ കുക്ക് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. ഞാൻ നോക്കിയാൽ മാത്രമേ ശരിയാവുള്ളൂ. എന്നെ പോലെ വേറെ ആർക്കും ആവില്ല. എത്ര പേർക്ക് ആ ചിന്തയുണ്ട് ഇവിടെ? യെസ് ഓർ നോ? എത്ര പേർക്കുണ്ട്? മീന്ന് ടൈപ്പ് ചെയ്തേ. എപ്പോഴും ഓർക്കുക, എന്ത് ജോലി ഉണ്ടെങ്കിലും അത് ഡെലിഗേറ്റ് ചെയ്യാൻ നമുക്കറിയണം. കറക്റ്റായ ആൾക്കാർക്ക് അതിങ്ങനെ കൊടുക്കാൻ നമ്മൾക്കായി ചെയ്യാൻ പറ്റണം. അപ്പൊ ഒരിക്കലും ഇങ്ങനെ മരിക്കാൻ റെഡിയായി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്യേണ്ട ജോലി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാ. അത് ഇങ്ങനെ വീതിച്ചു കൊടുക്കുക. ഓക്കെ, നീ ഇത് ചെയ്തോ, ഇത് ചെയ്തോ, ഇത് ചെയ്തോ, ഇത് ചെയ്തോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. ചെയ്തല്ലോ അല്ലെ? ചെയ്തില്ലേ? ഓക്കെ. അങ്ങനെ അങ്ങനെ നമ്മൾ സമയം കണ്ടെത്താം. അല്ലാതെ നമ്മൾ എവിടെയാ എനിക്ക് സമയം, രാവിലെ എണീച്ചാൽ അതില്ലേ ഇതില്ലേ അതില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ ഉമ്മമാർ പറയും മക്കളെ നോക്കാൻ ടൈമില്ല, എനിക്ക് ടൈമില്ല, ആകെ ഒറ്റപ്പാടാണ്, എന്തൊക്കെയോ ആണ്. ഇനി അഥവാ മക്കളുടെ കൂടെ ഇരിക്കാൻ കുറച്ച് മക്കളോട് മതി മതി മതി, പെട്ടെന്ന് എഴുത് പെട്ടെന്ന് എഴുത്, ഉമ്മാക്ക് പെട്ടെന്ന് എഴുത് ഇതാ ഉമ്മമാരുടെ പണി. ഇനി അഥവാ കുറച്ച് സമയം മക്കളുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ മെന്റൽ സ്ട്രെയിനും കൂടി ഒന്ന് കൂട്ടിക്കൊടുക്കുക. എഴുത് പെട്ടെന്ന് പഠിക്ക്, സമയമായി പെട്ടെന്ന് എഴുത്. സത്യം പറഞ്ഞാൽ അതിന് നല്ലത് പോവാതിരിക്കുന്ന. ആ കുട്ടികളെ സ്ട്രെസ് അടിച്ച് മരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് കുറേ ഫാമിലിയിലെ ഉമ്മമാർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ഒരു ബൗണ്ടറി എന്താ നിങ്ങൾ മനസ്സിലാക്കുക. ബൗണ്ടറി എവിടം വരെ പോകാം, എവിടം വെച്ചത് കട്ട് ചെയ്യണം. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അറിയില്ല എല്ലാവർക്കും? മതില്, നമ്മളെ മതിലില്ലേ, കോമ്പൗണ്ട് വാൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ, അവിടം വരെ പുറത്തുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ആ ബൗണ്ടറി വരെ നടക്കാം. പക്ഷെ അതിന് ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ എന്റെ സമ്മതം വേണമെന്ന് പറയും അല്ലേ? അപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം, ഒരു ബൗണ്ടറി ഉണ്ടാവുക. എന്തെങ്കിലും ഫീലിങ്സ് വരുന്നുണ്ടോ ഇപ്പോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് എവിടെയാ, എന്ത് കഴിവാ എനിക്കുള്ളത്, എനിക്ക് എന്ത് വോയിസാ ഉള്ളത്, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവന്നെ? ഇങ്ങനെ തോന്നുന്നവരുണ്ടോ ഇവിടെ? ഉണ്ടോ? ഇവർക്കൊക്കെ ഇങ്ങനെ പറയാപ്പ, ഇവരൊക്കെ നല്ല നല്ല കുടുംബത്തിൽ ഇവരെ ഭർത്താവുങ്ങളെ നോക്കുന്നു, മക്കള് നല്ല നല്ല മക്കള്, അവര് സപ്പോർട്ട് ചെയ്യുന്നു. എനിക്കൊക്കെ ഇങ്ങനത്തെയാണ്. അവര് ഞാൻ പറഞ്ഞാൽ മതി, രണ്ടാമത്തെ ദിവസം എന്നെ ഇല്ലാണ്ടാക്കും. ഈ പെണ്ണുങ്ങൾക്ക് ഈ രാത്രി 9 മണിക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാം. എൻ്റെ വീട്ടിലെ കാര്യം എനിക്കെല്ലാം അറിയൂ. എത്ര പേർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? എത്ര പേർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? മീന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? ആരും ടൈപ്പ് ചെയ്യുന്നില്ല. ആരെയും കാണുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ജേർണിയും
അത്ര ഈസി ഒന്നും ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എനിക്ക് അടുപ്പിച്ചടുപ്പിച്ച മക്കൾ ജനിച്ചത്. അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യാനുള്ള ഒരു വകയില്ല. എന്നെ മനസ്സിലാക്കാൻ ആളില്ല. ഞാനും ഒരുപാട് ഈ പ്രസവമൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ഒരുപാട് ഇതിലേക്ക് പോയിട്ട് ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടായി. കാരണം ടെൻഷനായിരുന്നു. ഫസ്റ്റ് ഈ കുട്ടി കരയുമ്പോൾ ആ കുട്ടിയും കരയും, ആ കുട്ടി സത്യം പറഞ്ഞ ഈ രണ്ടിനും ഇങ്ങനെ ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ഞാനും കൂടി കരയും. പോ ഒന്നിച്ച് കരയാം, 3 പേർക്കും കരയാന്ന് പറയും. ഇങ്ങനെ ആവും നമ്മൾ. കാരണം എന്താ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു കുട്ടിയെ തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ താഴെ വെച്ചിട്ട് അയ്യോ ഉറങ്ങിക്കിട്ടി സമാധാനം എന്ന് പറയുമ്പോൾ മറ്റേ സാധനം മ്യാവ് മ്യാവ് എന്നാക്കും. ഈ കുട്ടി എണീക്കും. അപ്പൊ രണ്ടും എന്റെ കുട്ടികളായി പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പടത്തിറത്തോളം അല്ലാന്ന് പറഞ്ഞ ആരും കാര്യം വേറെ വഴി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ഭയങ്കര സംഭവമായിരുന്നു. നോ 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 നോ. നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറാണ്. അപ്പൊ തന്നെ എന്താണ്, അതെനിക്കൊരു ബോട്ടിൽ നെക്ക് ആയിരുന്നു. പല കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോൾ അയ്യേ ഇതൊക്കെയാ ഡയറക്ട് സെല്ലിങ്ങാ, നീ ഒരു എഞ്ചിനീയർ അല്ലേ, ഒന്നുമില്ലെങ്കില് നീ എങ്ങനെ ഇതിലെല്ലാം ഇറങ്ങലേ, അരങ്ങാണ്ടെക്ക്. നമുക്ക് കുറേ ബോട്ടിൽ നെക്സ് ഉണ്ട്. പഠിച്ചതിന്റെ ബോട്ടിൽ നെക്ക് വേറെ, കുടുംബത്തിന്റെ ബോട്ടിൽ നെക്ക് വേറെ, കുറേ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ കമ്പ്യൂട്ടറായിട്ട് എനിക്ക് എന്തായാലും ബന്ധമുണ്ട്. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഓൺലൈൻ ലോകത്ത് എത്തുന്നത് കേട്ടോ. അത് വെച്ച് ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി, കുറേ വായിക്കാൻ തുടങ്ങി, കുറേ ചെയ്യാൻ തുടങ്ങി, കുറേ ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി, കുറേ ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. കുറേ 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 കാര്യങ്ങൾ കേട്ടോ. കുറേ നല്ല രസമായിരുന്നു അതൊക്കെ. കുറച്ചൊക്കെ പൈസ ഒക്കെ കിട്ടും. അങ്ങനെ കുറേ ഒന്നും പൈസ ഒന്നും കിട്ടില്ല, അതിൽ കുറച്ചൊക്കെ കിട്ടും. എന്നാലും ഒരു രസമായിരുന്നു. കുറേ ആൾക്കാരെ പരിചയപ്പെടുക. ആക്ച്വലി നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ആക്ച്വലി വന്നത് ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ഈ ഓൾറെഡി എന്നെ അറിയുന്ന കുറേ പേര് ഇങ്ങനെ ആയി. പിന്നെ എന്നിൽ ഇപ്പൊ ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുമ്പോഴേക്കും എന്ത് സംഭവിച്ചു, ഞാൻ എൻ്റെ മെൻറ്ററൊക്കെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്നോട് പറഞ്ഞു തന്നു, നിനക്ക് ഇങ്ങനെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ആണോ? അങ്ങനെ ഞാൻ അത് ഡെവലപ്പ് ചെയ്തെടുത്തു. അവിടെ നിന്നാണ് ആക്ച്വലി ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കയറണം. കാരണം ഈ ഡയറക്ട് സെല്ലിങ്ങിലൊക്കെ ജോലി ചെയ്യുമ്പോഴേ നമുക്കിങ്ങനെ ഓരോ റാങ്കിങ് സിസ്റ്റം ഉണ്ട്. ആ റാങ്കിലൊക്കെ എത്തുമ്പോൾ നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കും, ഈ പൂമാലയൊക്കെ തരാൻ വേണ്ടിയിട്ട്, ഈ മെഡല്, ഈ ബൊക്കയൊക്കെ തരാൻ. അതിന് വേണ്ടി പോകുമ്പോൾ പോലും ഞാൻ ഇങ്ങനെയാ പോവുക. എനിക്ക് ബൊക്ക തരാം, ഞാനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അത് വാങ്ങാൻ വരിക. പക്ഷെ അത് വാങ്ങുമ്പോൾ ഇങ്ങനെയാ വാങ്ങുക. അപ്പൊ ഒരു സ്റ്റേജിലേക്ക് കയറുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. എനിക്ക് മനസ്സിലായി, ഇത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ, ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ഉണ്ട്, മറ്റേ സെലിബ്രിറ്റി വരുമ്പോൾ ഹേ ഹോയ് 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 എന്നുള്ള. അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന ഇത്ര വലിയ സംഭവം. കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഞാനും പഠിക്കണ്ടേ. പക്ഷെ പേടിയായിരുന്നു കേട്ടോ, സത്യം ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആയി. കാരണം ഇവരൊക്കെ കണ്ടിട്ടേ ഭയങ്കര സംഭവമായിട്ടും തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലൊക്കെ എത്തുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യണം, എന്നെ കൊണ്ട് പറ്റും, എന്നിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഫാമിലിയോട് പറയാൻ തുടങ്ങി, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, വീണ്ടും കുറേ അറിവുകൾ നേടാൻ തുടങ്ങി. പിന്നെ കുറേ അറിവുകൾ ഇങ്ങനെ നേടിക്കഴിഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ വെക്കുന്നതെന്നില്ലെങ്കിൽ ഞാൻ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവരും വ്യത്യാസം കാണിക്കാൻ തുടങ്ങി, അവരിലും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അൽഹംദുലില്ലാ, ദേ ഇന്ന് ഇവിടം വരെ എത്തി. വലിയൊരു സംഭവം ഞാൻ പറയുന്നില്ല, എന്നാലും ഇവിടം വരെ എത്തി. അപ്പൊ എൻ്റെ സറൗണ്ടിങ്, എൻ്റെ കംപ്ലീറ്റ് ഫാമിലി ഒന്നും എൻ്റെ കൂടെ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, ഞാൻ പറയാതെ തന്നെ എൻ്റെ ഗ്രൂപ്പിൽ അവർ കയറി കൂടുന്നുണ്ട്. എൻ്റെ പോസ്റ്റേഴ്സ് കിട്ടുമ്പോൾ അവരത് ഷെയർ ചെയ്യുന്നുണ്ട്, അവർ സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്. ഞാൻ അവരോട് ആരോടും പറയേണ്ട ആവശ്യം, പക്ഷെ അവർക്കറിയാം ലൈല എന്തോ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു സ്റ്റാർട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അടുത്തത് വരിക, നമുക്കൊരു സപ്പോർട്ടൊക്കെ കിട്ടുക. മനസ്സിലായോ? നമ്മൾ സീരിയസ് ആണെന്ന് അവർക്ക് തോന്നണം, എന്നാൽ മാത്രമേ നമ്മളുടെ കൂടെ അവർ നിൽക്കുള്ളൂ. റൈറ്റ്? അപ്പോൾ നമ്മൾ വളരണം എന്ന തീരുമാനത്തിൽ നമ്മൾ എത്തുക, എന്നാൽ മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവും. ഞാൻ പറയട്ടെ, എനിക്കൊരു ബൊട്ടീക്ക് ബിസിനസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കട, ഒരു ഡ്രസ്സിൻ്റെ ഒക്കെ കട. ബാക്കി എല്ലാവരും വരും, നാട്ടുകാരൊക്കെ വരുവേ. കുടുംബക്കാർ വരൂല. കുടുംബക്കാർ വരൂല. കാരണം എന്താ? കാരണം നമ്മൾ വിജയിച്ചിട്ടില്ല. വിജയിച്ചാൽ മാത്രമേ കുടുംബക്കാർ നമ്മളെ കൂടെ വരൂ. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊന്നും കുടുംബക്കാർ ഇങ്ങനെ എന്താ എന്നെ സപ്പോർട്ട് ചെയ്യാത്തതെന്നൊന്നും വിചാരിക്കരുത്. അതിപ്പോ സപ്പോർട്ട് ചെയ്യൂല. നമ്മളൊരു ഒരു ലെവലിൽ എത്തുമ്പോൾ മാത്രമേ അവരെ സപ്പോർട്ട് കിട്ടുള്ളൂ. അതെന്തായാലും മനസ്സിൽ ഉറപ്പിക്കാം. ഇനി അടുത്ത നമ്മളെ സീക്രട്ട് ആണ്,
നമ്മളുടെ നമുക്കൊരു വിഷൻ ഉണ്ടാക്കുക, ഗോൾസ് സെറ്റ് ആക്കുക, അതിനു വേണ്ടി കുറേ ടാസ്ക് ചെയ്യുക. ഇതിൽ നമ്മൾ എല്ലാ ദിവസവും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ആ ഗോളിലേക്ക് എത്തേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ആ ലെവലിലേക്ക് എത്തൂ. അതേപോലെ നല്ല ഫ്രണ്ട്സുമായി നമ്മളെ സറൗണ്ട് ചെയ്യുക. എപ്പോഴും നമ്മളെ പുഷ് ചെയ്യുന്ന ഫ്രണ്ട്സ്, മുമ്പിലോട്ട് പുഷ് ചെയ്യുന്ന, എന്തിനാ നീ ചെയ്യുന്നതെന്ന് പറയുന്ന ആൾക്കാരല്ല, നമ്മളെ നല്ല കാര്യത്തിലേക്ക് പുഷ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കൂടെ കൂട്ടണം. അതേപോലെ നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അത് ഇന്ന് തന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറുക. അതായത് ഇപ്പം ഞാനൊരു വലിയ ട്രെയിനർ, ഇങ്ങനത്തെ ട്രെയിനർ ആവാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിഷനിൽ നമ്മളൊരു വിഷ്വൽ ഉണ്ടല്ലോ, അത് ഞാൻ ഇന്ന് തന്നെ ആ ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാം. വേ ഓഫ് ഡ്രസ്സിങ്, മൈ ബോഡി ലാംഗ്വേജ്, എൻ്റെ മുഖത്തിൻ്റെ കളി എക്സ്പ്രഷൻസ്, എൻ്റെ സംസാര ശൈലി, ഓൾ ടുഗെദർ ഞാൻ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങാം. നല്ല ബോഡി ലാംഗ്വേജ് പഠിച്ചെടുക്കുക, എന്നിട്ട് അത് കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒരു ചെറിയൊരു വിഷ്വലൈസേഷൻ നമുക്ക് ചെയ്ത് നോക്കിയാലോ? ചെറിയൊരു വിഷ്വലൈസേഷൻ. അതായത് എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളെ ഫ്യൂച്ചർ സെൽഫിനെ കാണുക. ഫ്യൂച്ചർ സെൽഫ്, പഴയല്ല, പുതിയത്. ഒരു വർഷം കഴിയുമ്പോൾ ഉള്ള നിങ്ങളാണ് കേട്ടോ. ഒരു കോൺഫിഡൻ്റ് ആയ നിങ്ങൾ കാണുന്നുണ്ട് അവിടെ. ഒരു കോൺഫിഡൻ്റ് ആയ നിങ്ങൾ കാണുന്നു അവരെ നിൽക്കുന്നത്. അവർ നല്ല കോൺഫിഡൻ്റ് ആണെന്ന് മാത്രമല്ല, കോൺഫിഡൻസ് പ്രകാശിക്കുന്ന ഒരു സ്ത്രീ. ആ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, നന്നായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു, നിങ്ങളുടെ മക്കളെ നോക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളെ മക്കളുടെ റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങളെ മക്കള് നിങ്ങളെ നോക്കുന്നു വിത്ത് ഫുൾ റെസ്പെക്റ്റ്, വിത്ത് ഫുൾ അഡ്മിറേഷൻ. അവർ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ യാത്ര കണ്ടിട്ടുണ്ട്. അവർ നിങ്ങളോട് പറയാതെ പറയുന്നുണ്ട്, ദേ ആർ വെരി പ്രൗഡ് ഓഫ് യു. ഭയങ്കര പ്രൗഡാണ് മക്കള് നിങ്ങളുടെ കാര്യത്തിൽ. യെസ്, നിങ്ങൾ നിങ്ങളുടെ പർപ്പസിനെ കണ്ടെത്തി, അതിലേക്കുള്ള യാത്ര നിങ്ങൾ തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശം നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ഇൻസ്പയർഡ് ആകുന്നുണ്ട്. എവിടെ പോയാലും നിങ്ങളുടെ പ്രസൻസ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ സ്ത്രീയെ കാണുന്നില്ലേ? ഇനി നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. എന്താ അത്? എത്ര നാളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പോകുന്നത് ആ സ്ത്രീ ആവാൻ വേണ്ടിയിട്ട്? നിങ്ങൾ കുറേ പണിയെടുത്തിട്ടുണ്ട്, പക്ഷെ എവിടെ എത്താൻ പറ്റുന്നില്ല. കാരണം എന്താ? ഒറ്റയ്ക്ക് ചെയ്യുന്നോണ്ടാ. നിങ്ങൾ എനർജി മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ സിനർജി വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പം എന്ത് സംഭവിക്കും? ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങൾ കാണുന്ന ആ ഒരു പിക്ചറില്ലേ, അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ട്രൈബ് ഉണ്ടാവണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളെ വളർച്ചയിൽ സഹായിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങളുടെ ഒരു വർഷത്തിന് ശേഷമുള്ള ആളെ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഇന്ന് നിങ്ങൾ റെഡി ആയിരിക്കണം പണിയെടുക്കാൻ. നിങ്ങളിപ്പോൾ മനസ്സിൽ കാണുന്ന വേർഷനില്ലേ, റിയാലിറ്റി കൊണ്ടുവരണ്ടേ? അപ്പോൾ എല്ലാവരും കണ്ണു തുറന്നേ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ഒരു വർഷത്തിന് ശേഷമുള്ള ആളായി മാറണമെങ്കിൽ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണിയാണ്, എവിടെയാണ് നിങ്ങൾ സ്റ്റക്കായി പോയതെന്ന് പഠിക്കണം. ഏതോ ഒരു ഏരിയ ഓഫ് ലൈഫിൽ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ട്. ആ സ്റ്റക്ക് നിങ്ങൾ എന്തുകൊണ്ടായി? എത്ര വർഷങ്ങൾ സ്ട്രഗിൾ ഇല്ലാതെ ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു ലെവലിൽ, ഈ ഒരു ഫാമിലി ലൈഫിലെങ്കിൽ അങ്ങനെ, ഫിനാൻഷ്യൽ ലെവലിൽ അങ്ങനെ, കരിയറിലെങ്കിൽ അങ്ങനെ, എന്താ ഞാനിങ്ങനെ സ്റ്റക്കായെന്ന് കണ്ടുപിടിക്കാം. റൈറ്റ്? അവിടെയാണ് നമ്മളെ കോഴ്സ് വരുന്നത്, നിങ്ങളെ സഹായിക്കാൻ. ഞാനും നിങ്ങളെ പോലെ സ്ട്രഗ്ലിംഗ് ആയതെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഞാൻ ആ സ്റ്റക്നെസ് ഒക്കെ മാറ്റി ഇന്ന് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ റബ്ബ് എനിക്ക് കാണിച്ചു തന്ന ആ മെൻറ്റർ സഹായം കൊണ്ട് തന്നെയാണ്. റൈറ്റ്? ആ കമ്മ്യൂണിറ്റിയിലെ കുറേ നല്ല വ്യക്തികൾ കൊണ്ട് തന്നെയാണ്. അതിന് മുമ്പേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേർക്ക്
ഇങ്ങനെ ഒരു ഹൗസ് വൈഫ് ആയാൽ മതി എന്ന് തോന്നുന്നുണ്ട്? യെസ് ഓർ നോ? ഞാൻ എന്ന് പറയാം, നീ ഒന്ന് ടൈപ്പ് ചെയ്തേ. എനിക്ക് ഇങ്ങനത്തെ ഹൗസ് വൈഫ് ആയാൽ മതി, നല്ല സുഖമുണ്ട് ഇങ്ങനെ ജീവിക്കാൻ. നീ ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. ആരും ഇല്ല ഇവിടെ? റെഡിയാണോ? നീന്ന് ആരും ടൈപ്പ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പവർഫുൾ ആയ ഇൻസ്പിറേഷൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മളുടെ കോഴ്സ് വരുന്നത് ഒരു 90 ഡേയ്സ് യാത്രയാണ്. ഓക്കെ, ലൈഫ് ടൈം മെന്റർഷിപ്പ് ഉണ്ട്. 90 ഡേയ്സ് യാത്ര, അതായത് 3 മാസത്തോളം നമ്മളിതിങ്ങനെ വർക്ക് ചെയ്ത് 3 മാസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾ വേറൊരു സംഭവമായി മാറും. അപ്പൊ ഈ കോഴ്സ് ത്രൂ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കൗൺസിലേഴ്സ് വരും. വരാട്ടോ. ഈ കോഴ്സ് ത്രൂ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ കൗൺസിലിംഗ് വരും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറേ ചാലഞ്ചസ് ഉണ്ടാവും. അതൊക്കെ എങ്ങനെ മറികടക്കണം എന്നുള്ളത്, അതിനെ കുറിച്ചിട്ട് കുറേ സെഷൻസ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന പേഴ്സണൽ കൗൺസിലിംഗ് കിട്ടുന്നുണ്ടാവും. അതേപോലെ എൻഡ് ഓഫ് ദ സെഷന് ഇന്റർനാഷണൽ കരിയർ കോച്ച് വരും നിങ്ങളെ കരിയറിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടം വരെ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ അവിടെ എത്തേണ്ടവരാണ്. അപ്പൊ അവിടെ എത്തണമെങ്കിലേ ഒരു ഏണി വേണ്ടേ? അപ്പൊ ആ ഏണി നമ്മളുടെ കരിയർ കോച്ച് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ റെഡി ആണെങ്കിൽ ഈ കോഴ്സ് അവസാനിക്കുമ്പോഴേക്കും നിങ്ങളൊരു ഏർണിംഗ് മെമ്പർ ആവും. കുറച്ചെങ്കിലും ജോലി ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ലെവലിൽ നിങ്ങൾ എത്തുന്നുണ്ടാവും. റൈറ്റ്? അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു PPT കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഇത്രയും സംസാരിക്കുന്നതിനേക്കാൾ ഒരു PPT എടുക്കട്ടെ, ഷെയർ ചെയ്യട്ടെ. നിങ്ങൾ ഇതിനൊക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കൂ കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കാം. ഇതിന്റെ ആൻസർ യെസ്, നോ അത്രേ ഉണ്ടാവുള്ളൂ, വേറൊന്നുമില്ല. ആദ്യത്തേത് ഞാൻ വായിച്ചു തരാം. യെസ് ആണോ നോ ആണോ എന്ന് ടൈപ്പ് ചെയ്യണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡു യു ഫീൽ എവറി മോർണിംഗ് ദാറ്റ് യു ആർ ലിവിങ് യുവർ ബെസ്റ്റ് ലൈഫ്? എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഓ വാ എത്ര മനോഹരമായ ജീവിതമാണിത്, അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഓക്കെ. അടുത്തത്, ആർ യു ഏബിൾ ടു പ്രയോറിറ്റൈസ് യുവർ ഓൺ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് അമംഗ്സ്റ്റ് ഓൾ ദ റെസ്പോൺസ്? അതായത് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ ഹെൽത്ത് നോക്കാനും നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങളെ കെയർ ചെയ്യാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? യെസ് ഓർ നോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആർ യു ഏബിൾ ടു ഹാൻഡിൽ കോൺഫ്ലിക്ട്സ് വിത്തൗട്ട് ലൂസിങ് യുവർ ഓൺ കൂൾ? അതായത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ പൊട്ടിത്തകർന്ന് തരിപ്പടാകുന്ന ആളാണോ നിങ്ങൾ? ആവുന്നതാണെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. അടുത്തതാണ്, നിങ്ങൾക്ക് ഒരുപാട് നല്ല സുഖം, സമാധാനം, സന്തോഷമാണോ അധിക സമയം അത് പാടി നടക്കുന്ന ആളാണോ നിങ്ങൾ? ആണെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. അടുത്തത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട് ഫിനാൻസിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ? ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. ആറാമത്തെയാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ? ആണെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി നിങ്ങൾക്ക് ഉണ്ടെന്ന്? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മക്കളെ വാവ് എന്താ എൻ്റെ ഉമ്മയുടെ, ഓ മൈ ഗോഡ് ഐ എം സോ പ്രൗഡ്, എൻ്റെ ഉമ്മാരെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. അടുത്തതാണ് ഒമ്പതാമത്തത്, നിങ്ങൾക്ക് നല്ല കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട്. എന്ത് വേണമെങ്കിലും പറയാം, ഏത് സമയത്ത് വേണമെങ്കിൽ പറയാം, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അത്രയ്ക്ക് നല്ല കണക്ഷൻ ആണ്. ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. അടുത്തതാണ് പത്താമത്തത്, ഡു യു ഫീൽ യു ആർ ലിവിങ് ഇൻ ഡീപ്പർ പർപ്പസ് ബിയോണ്ട്? അതായത്
നിങ്ങൾ ഡെയിലി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പർപ്പസിലേക്ക് അലൈൻ ചെയ്യുന്നുണ്ടോ, അതോ വെറുതെ എല്ലാ ദിവസവും സമയം കളയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണോ? അങ്ങനെയാണെങ്കിൽ യെസ്, നോ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. അപ്പൊ നിങ്ങൾ കുറെ യെസ്സും നോ ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട്, ഐ മീൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ലൈഫ് സ്കോർ ഒന്ന് നോക്കുക. നിങ്ങൾ ഓരോന്നിനും എന്തൊക്കെയാ കൊടുത്തത്? ഓരോ യെസ്സിനും 10 പോയിന്റും ഓരോ നോക്കും 0 പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ കുറേ 0 ആണെങ്കിൽ നിങ്ങൾ എന്തായാലും 0 to 30 0 to 30 ആണ് നിങ്ങളെ മാർക്കെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ എവിടെയുള്ളത്? നിങ്ങൾ ഡേഞ്ചർ സോണിലാണ് ഉള്ളത്. നിങ്ങളെ മെന്റൽ സ്റ്റെബിലിറ്റി ഒക്കെ അഫക്റ്റ് ചെയ്യാണ്. നിങ്ങളെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അഫക്റ്റഡ് ആണ്. നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ പോയിന്റ് 40 തൊട്ട് 60 വരെ ആണെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല. ഈ മലയാളികൾ പറയുന്ന വേർഡില്ലേ, കുഴപ്പമില്ല. ആ കുഴപ്പമില്ല എന്നുള്ള സിറ്റുവേഷനിലാണ്. പക്ഷെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ ഡേഞ്ചർ സോണിലേക്ക് പോകാം. നിങ്ങളുടെ പോയിന്റ് 70 to 90 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം മോശമില്ലാത്തൊരു ജീവിതമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇനിയും അപ്ഗ്രേഡ് ചെയ്യാൻ സ്ഥലമുണ്ട്, എന്തൊക്കെയോ വീണ്ടും കുറെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ പോയിന്റ് 90ന്റെ മേലെ ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്താണോ ഇന്ന് ചെയ്യുന്നത് അതും ചെയ്ത് അവിടെ ഇരുന്നാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബെസ്റ്റ് ലൈഫാണ്. അപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് മാർക്ക് നോക്കി നോക്കാം, നിങ്ങളെ മാർക്ക് എവിടെ കിടക്കുന്നു ഈ ഒരു ലൈഫ് സ്കോറിൽ. ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾക്ക് 2 ചോയ്സാണ് ഉള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ആ കൂടില്ലേ, നേരത്തെ പൊട്ടിക്കാന്ന് പറഞ്ഞ കൂടില്ലേ, ആ കൂട് പൊട്ടിക്കണ്ട, അവിടെ തന്നെ വെച്ചിട്ട് ആ കൂട്ടിന്റെ ഉള്ളിൽ തന്നെ കയറി കൂടുക. ഓക്കെ. 2, എന്ത് ചെയ്യാം? നമ്മൾ റെറ്റോറി എജു ഹബുമായിട്ട് വന്ന് നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങൾ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ കാര്യം നടക്കൂ. വി ആർ ദേർ ഫോർ ഹെൽപ്പിങ് യു. ഓക്കെ. ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലേ, കുറേ സമയമായി നമ്മൾ പഠിക്കുന്നു. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്, നമ്മൾ നമ്മളൊരു ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇനി കൺസിസ്റ്റൻസി വേണം. അതുകൊണ്ടാണ് ഈ കോഴ്സ് 3 മാസം നീണ്ടു നിൽക്കുന്നത്. കാരണം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ. അപ്പൊ എന്താണ് ഈ കോഴ്സിന്റെ പേര്? പോസ് ടു പവർ. അതായത് നമ്മളെ ജീവിതത്തിൽ പോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റക്ക്, ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് പോയിട്ടുണ്ട്. അവിടുന്ന് നമ്മളിങ്ങനെ അനക്കി ഹയസ്റ്റ് പൊസിഷൻ പവറിലേക്ക് എത്തിക്കുക. അപ്പൊ 100% എംപവേർഡ് പ്രോഗ്രാമാണ്, 100% ഇൻസ്പയർഡ് പ്രോഗ്രാമാണ്. അൺസ്റ്റോപ്പബിൾ ആയിരിക്കും നിങ്ങൾ. ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞു ഈ കോഴ്സ് 3 സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഹീലിംഗ്, ട്രാൻസ്ഫോമിങ്, ഇൻസ്പയറിങ്. ഓക്കെ. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാന്നുള്ളത്. അതായത് നിങ്ങളുടെ പാഷൻ കണ്ടെത്തും, പർപ്പസ് കണ്ടെത്തും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കും, അതേപോലെ നിങ്ങളുടെ ഹാബിറ്റ് മാസ്റ്ററി ഉണ്ടാവും, നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് ഉണ്ടാവും, റിലേഷൻഷിപ്പ് മാസ്റ്ററി, അതായത് നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഫാമിലി, ഹസ്ബൻഡ് ആയാലും മക്കളായാലും എല്ലാവരുമായിട്ട് എങ്ങനെ ഒരു ഗുഡ് റിലേഷൻഷിപ്പിൽ എത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ക്ലാസ്സസ് ഉണ്ടാവും. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ടാവും, ടൈം മാനേജ്മെന്റ് ഉണ്ടാവും, സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ടാവും, ഇന്റർവ്യൂ സ്കിൽസ് ഉണ്ടാവും, CV ബിൽഡിംഗ്, ഒരു നല്ല CV എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുണ്ടാവും. ഓൾ കൈൻഡ്സ് ഓഫ് ടെക്നോളജീസും ഞാൻ പഠിപ്പിക്കുന്നുണ്ടാവും. അതായത് AI മാത്രമല്ല, നമുക്ക് ഒരുപാട് ടെക്നോളജി, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയേണ്ട കുറേ ടെക്നോളജി ഉണ്ട്. ഒരു ബാങ്കിന്റെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏത് പ്രസ് ചെയ്ത് പഠിച്ചോനെ ഇത് അമർത്തി അങ്ങോട്ട് പോവോ, എൻ്റെ പൈസ പോയി, എൻ്റെ പൈസ പോയി, അങ്ങനെയൊന്നും വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളും അത് പഠിച്ചെടുക്കുക. അങ്ങനെ കുറേ ടെക്നോളജീസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ 21 days സേവേഴ്സ് പ്രാക്ടീസ് ഉണ്ടാവും, പേഴ്സണൽ കൗൺസിലിംഗ് ഉണ്ടാവും, കരിയർ കോച്ചിങ് ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ബോണസ് ആയി കിട്ടുന്ന സംഭവമായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന സംഭവമായിരിക്കും ബോണസ് ആയിട്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്, നിങ്ങൾ ടാസ്ക് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഗിഫ്റ്റ് എത്തും. ഗിഫ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഗിഫ്റ്റ് കിട്ടാൻ. അപ്പൊ അത് വീട്ടിലേക്ക് പേരൊക്കെ എഴുതിയിട്ട് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ആക്റ്റീവ് മെമ്പേഴ്സിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും. റൈറ്റ്. അപ്പൊ എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കണ്ടോ? എങ്ങനെയുണ്ട്? ഒന്ന് വായിച്ചേ സാബിറമാൻ, ഒന്ന് വായിച്ചേ. എത്ര ഇത്? 3 മാസത്തെ ഫീസാണ്.
പ്രൊസീഡ്. 12,000. 12,000. റെഡിയാണോ? റെഡിയാണോ ഈ ഒരു എമൗണ്ട് കേട്ടപ്പോൾ? 12,000 കുഴപ്പമില്ല, 3 മാസത്തേക്കല്ലേ. ഇല്ല അല്ലേ? അപ്പൊ 12,000 ഇല്ല കേട്ടോ. എത്രയാണ്? അതിന്റെ ഹാഫ് ദ പ്രൈസാ. കാരണം ഏകദേശം നമുക്കൊരു 12 to 14 സെഷൻസ് വരെ ഉണ്ടാവും ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ഡെയിലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും നമ്മളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വേണമെങ്കിൽ 3 മാസത്തെ കോഴ്സാണ് ഞാൻ പെർട്ടിക്കുലർലി എടുത്ത് പറഞ്ഞു, പക്ഷെ ലൈഫ് ടൈം മെന്റർഷിപ്പ് ആയിരിക്കും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ കൂടെ നമുക്കൊരു മെന്റേഴ്സ് ഒക്കെ ഇങ്ങനെ നിന്ന് നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ മന്ത്ലി ഈ 3 മാസം മന്ത്ലി പേയ്മെന്റ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2,000 2,000 2,000 വെച്ച് അങ്ങനെ അടച്ചിട്ട് ജോയിൻ ചെയ്യാം. പക്ഷെ അല്ല, എനിക്ക് ഒറ്റയടിക്ക് പേയ്മെന്റ് നടത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നവർക്കാണെങ്കിൽ എന്ത് സംഭവിക്കാം? 5,000 3 മാസത്തെയും കൂടി ഒറ്റയടിക്ക് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ 5,000 ആണ് ഫീസ്. ഇത് ഫാസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് മാത്രം കൊടുക്കുന്ന കേട്ടോ. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് ഇതാണ് ഫീസ്, ഇല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ ഫീസ് വരിക. പക്ഷെ ഇതൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് ആ കരിയർ കോച്ചിങ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്, എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക. കാരണം പിന്നെ സ്റ്റക്കായി നിൽക്കലില്ല. പിന്നെ ഒരു സ്റ്റക്നെസ് ഒന്നും പിന്നെ അയ്യോ മാം ഞാൻ സ്റ്റക്കായി പോയെന്ന് പറഞ്ഞാൽ തലമണ്ട ഞാൻ അടിച്ചു പോകും. നിങ്ങളെ ഞാൻ വെറുതെ വിടൂല. ഇവിടെ ഇരിക്കുന്ന കുറേ പേർക്ക് അറിയാം, ഞാൻ നിങ്ങളെ വെറുതെ വിടൂല. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ, നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. റൈറ്റ്? അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തേക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ടൈം എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഹൗസ് വൈഫ്സിനെയാണ് ഞാൻ ഈ ബാച്ചിൽ കാണുന്നത്, ഹൗസ് വൈഫ്സ് മാത്രം. കാരണം എന്താ, അവരാണ് എനിക്ക് അടുത്ത ലെവലിലേക്ക് എത്തിക്കേണ്ടത്, അവരൊരു കരിയറിലേക്ക് എത്തിക്കണം. അപ്പം ഞാൻ കാണുന്ന സമയം രാവിലെയാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക്. നിങ്ങൾക്ക് ഏതാ സമയം നല്ലതെന്ന് വെച്ചാൽ അങ്ങനെ സെലക്ട് ആക്കാം. ഹലോ, കേൾക്കുന്നില്ലേ? രാവിലെ എന്ന് പറയുമ്പോ എത്ര മണി? രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് ഒരു 10:30 11 മണി 10 മണി കുഴപ്പമില്ലാത്ത സമയമായിരിക്കും. 11 മണിയും 11 മണി. ഇല്ലെങ്കിൽ ആ സമയം അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഉച്ചയ്ക്കാണ്, ഒരു 2 o'clock 3 o'clock. ഈ 2 സമയമാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് ഈ ഒരു കോഴ്സ് ഹൗസ് വൈഫ്സിന് മാത്രമാണ്. ഡെയിലി എത്ര മണിക്കൂറാണ് വരിക ക്ലാസ്? 1 മണിക്കൂർ ഇല്ലെങ്കിൽ 1.5 മണിക്കൂർ മാക്സിമം. ഡെയിലി ക്ലാസ് ഉണ്ടാവും അല്ലേ? ഡെയിലി ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളിപ്പോൾ പറയുന്നില്ല, കാരണം ഇറ്റ് ഡിപ്പെൻസ്. ഡെയിലി ഉണ്ടാവില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല. കാരണം അതിൽ കുറച്ച് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ സേവേഴ്സ് പ്രാക്ടീസ് ചിലപ്പോൾ ഡെയിലി ഉണ്ടാവും. അത് വേറൊരു സമയത്തായിരിക്കും. ചിലപ്പോൾ അത് മിക്കവാറും രാവിലെ നേരത്തെ ആയിരിക്കും. വീക്കിലി എത്ര ക്ലാസ് ഉണ്ടാവും? വീക്കിലി ഞാൻ 1 or 2 ക്ലാസ്സാണ് ഇപ്പൊ പ്ലാൻ ആക്കുന്നത്. ഈ 1-1.5 മണിക്കൂറിന്റെ ക്ലാസ്. ഇല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനത്തെ ചർച്ചകളൊക്കെ നടത്താം. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ജീവിതത്തിൽ എവിടെയെങ്കിലും സ്റ്റക്കായി പോയി, അങ്ങനെയൊക്കെ ചർച്ചയൊക്കെ നടത്താം. ഓക്കെ. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് നമുക്ക് കരിയർ കോച്ചിങ് ആണ്. കാരണം നമ്മളൊരു ലെവലിൽ എത്തണമെങ്കിൽ നമുക്കത് വേണം. നമ്മൾ സ്റ്റക്കായി പോകാൻ പാടില്ല, നമ്മൾ എത്തണം. ഇനി അത് ഓൺലൈൻ, ഓഫ്ലൈൻ ഏത് രീതിയിലായാലും. പിന്നെ CV ബിൽഡിംഗ് ഒക്കെ ശരിയാകുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ മുന്നോട്ട് പോകണം. ഇന്റർവ്യൂ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ആവും. ഇങ്ങനെ ചെയ്യാം അല്ലേ, ഇങ്ങനെ സംസാരിക്കണ്ട അല്ലേ. അപ്പൊ ഇത് ഒരു ഓൾറൗണ്ട് പ്രോഗ്രാം ആണ് കേട്ടോ. ഓൾറൗണ്ട് ആണ്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളൊരു ഉമ്മയായിട്ടും ഭാര്യയായിട്ടും മരുമോളായാലും എങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ജോലി സ്ഥലത്ത് പോയാൽ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവിടെ നിന്ന് ഒരു ഹൈക്ക് വാങ്ങേണ്ടത്, അങ്ങനെ എല്ലാം ഓൾറൗണ്ട്. ഒരു അടിപൊളി കോഴ്സ് ആയിരിക്കും. പിന്നെ ഒരു നല്ല കമ്മ്യൂണിറ്റി ആയിരിക്കും. കാരണം സ്ത്രീകൾ മാത്രമാണ്, പ്രത്യേകിച്ച് ഹൗസ് വൈഫ്സ് മാത്രമാണ്. ഇത് എപ്പോഴാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാ? ഈ മന്ത് ആണോ അല്ല നെക്സ്റ്റ് മന്ത്? അല്ലല്ല, ജൂലൈ 20th. 20th. ഓക്കെ. 20th. ഓക്കെ. പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും എന്നെ പേഴ്സണൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ നമ്പർ തരാം കേട്ടോ. എന്നെ അറിയാം, കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തതാണെങ്കിൽ ജസ്റ്റ് പേഴ്സണൽ കോൺടാക്ട് ചെയ്താൽ മതി. നോ ഇഷ്യൂസ്. ദാറ്റ്സ് മൈ നമ്പർ. ഓക്കെ. കഴിഞ്ഞില്ലേ? ഞാൻ ലെഫ്റ്റ് അടിക്കും. യെസ്, ഓക്കെ, കഴിഞ്ഞു. വേറൊന്നും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഏകദേശം 1.5 മണിക്കൂർ ആയിട്ടുണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ.
ഐ ഹോപ്പ് എല്ലാവർക്കും ഒരു നല്ല സെഷനാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ഇൻസൈറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് മൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഓക്കെ നല്ല ക്ലാസ്, നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ മാം. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു. ഓക്കെ മാം. മാം ഖത്തറിലാണോ? അല്ല, ഞാനിപ്പോ നാട്ടിൽ തന്നെ ഉണ്ട്, കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിലാണ്. ഞാൻ കണ്ണൂരിൽ. നിങ്ങള് ഖത്തറിലെ നമ്പർ കാണുന്നത്? ഖത്തറിലെ നമ്പറോ? എവിടെയാ അത്? അല്ല, നിങ്ങൾ ഏതാ നമ്പർ ഇട്ടത് നോക്കി. 9745831780 എന്നല്ലേ? ഓ, അത് നാട്ടിലതാ? അത് നാട്ടിലെ നമ്പർ. ഓക്കെ മാം. കണ്ണൂരിലാണല്ലേ? കണ്ണൂരാണ്. കണ്ണൂർ പയ്യന്നൂർ സൈഡിലാണ്. ഞങ്ങള് കണ്ണൂരാണ്. എവിടെയാണ്? ഞാൻ പയ്യാമ്പലം. ഓക്കെ. നൈസ് പ്ലേസ്. ഷാദിയ മാം എവിടെയാണ്? കണ്ണൂർ പഴയങ്ങാടി. കൊച്ചു കള്ളി, ഞാൻ കറക്റ്റ് പറഞ്ഞ പിലാത്രയാണ്. നമ്മള് മാട്ടൂൽ, പഴയങ്ങാടി മാട്ടൂൽ. ഓക്കെ. ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ടോ അതോ പുറത്താണോ? നാട്ടിലാണോ? എന്നാ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ, നമുക്ക് കാണാടോ. ഇൻഷാല്ലാ. അപ്പോ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പേഴ്സണൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ടൈം ആൻഡ് എഫേർട്ട് ആൻഡ് യുവർ ലവ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.